മൈ ഡിയർ നഴ്സിംഗ് ഓഫീസേഴ്സ്, അപ്പോൾ നമ്മുടെ നോർസെറ്റ് 9 എക്സാമിൻ്റെ MCQ സീരീസിൻ്റെ 4ാമത്തെ എപ്പിസോഡാണിന്ന്. അപ്പോൾ ഇന്നും നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നോർസെറ്റ് 9 എന്ന് പറയുമ്പോൾ നമ്മുടെ എയിംസ് മാത്രമല്ല, ജിപ്മർ, ESIC, റിംസ്, അങ്ങനെ പല സെൻട്രൽ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂട്ടും ചേർന്ന് ഒരുമിച്ചാണ് ഈ എക്സാം നടത്തുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞുകൊണ്ടും എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആപ്ലിക്കേഷനിലോ ക്വാളിഫിക്കേഷനിലോ ക്രൈറ്റീരിയാസിലോ എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ ഒന്നുകിൽ നിങ്ങൾ ഡീറ്റെയിൽ ആപ്ലിക്കേഷൻ നോട്ടിഫിക്കേഷൻ റീഡ് ചെയ്യുക, അല്ലായെങ്കിൽ നമ്മുടെ 2 ക്ലാസ്സുകൾ ഇത് റിലേറ്റഡ് ആയിട്ട് 2 ക്ലാസ്സുകൾ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതൊന്ന് കാണാൻ ശ്രമിക്കുക. അത് നിങ്ങളുടെ ഡൗട്ട്സുകളെല്ലാം ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഇതിൻ്റെ നമ്മുടെ MCQ സീരീസിൻ്റെ കഴിഞ്ഞ 3 ക്ലാസ്സുകൾ നിങ്ങൾ കണ്ടു എന്ന് വിചാരിക്കുന്നു. കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അത് കാണുക. കാരണം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫ്രീക്വൻ്റ്ലി എക്സാമിന് ചോദിച്ചു വരുന്ന ഏരിയാസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളവിടെ ഡിസ്കസ് ചെയ്തത്. ക്വസ്റ്റ്യൻ മാത്രമല്ല, അതിൻ്റെ ആൻസേഴ്സും ഒപ്പം തന്നെ അത് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സുകൾ നമ്മളവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആ പോയിന്റ്സുകളിൽ നിന്നും എക്സാമിന് ക്വസ്റ്റ്യൻസ് വരാവുന്നതാണ്. അപ്പോൾ ഇതൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രയത്നമല്ല. നോർസെറ്റ് 9 എക്സാം എഴുതി അതിലൊരു ജോബ് നേടുക എന്ന് പറയുമ്പോൾ ഇച്ചിരി കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നേടാൻ പറ്റുന്നത്, എന്നാൽ വെറുതെ പോയി എഴുതിയാൽ കിട്ടാത്തതുമായിട്ടുള്ള ഒരു എക്സാം ആണ്. നമ്മൾ DME എഴുതുന്നത് പോലെയോ DHS എഴുതുന്നത് പോലെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ല അവിടെ വരുന്നത്. എന്നാൽ ഇപ്പോൾ DME പണ്ടുകാലത്തായിരുന്നു സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിരുന്നത്. റീസെൻ്റ് ആയിട്ട് നടന്ന DMEയുടെ എക്സാം എന്ന് പറയുമ്പോൾ അവിടെ ക്വസ്റ്റ്യൻസ് എല്ലാം ആപ്ലിക്കേഷൻ ലെവലിൽ തന്നെയാണ്. സെയിം ലൈക്ക് എയിംസ് നോർസെറ്റിൻ്റെ ക്വസ്റ്റ്യൻസ് പോലെ തന്നെ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ഇവിടെ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്നാൽ ഇവിടെ നോർസെറ്റ് 9 എന്ന് പറയുമ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ലെവലിലാണ് വരുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻസ് വായിച്ച് അത് എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കിയെടുക്കാൻ തന്നെ കുറച്ച് സമയം നമുക്ക് വേണം. അങ്ങനെ ആ ഒരു ക്വസ്റ്റ്യൻ റീഡ് ചെയ്യാനുള്ള ഒരു സ്കില്ല് നേടിയെടുക്കണമെങ്കിൽ നിങ്ങൾ ഒരുപാട് MCQs പ്രാക്ടീസ് ചെയ്യുക തന്നെ വേണം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു MCQ സീരീസ് നിങ്ങൾക്ക് അതിന് സഹായിക്കും. ഫ്രീക്വൻ്റ് ആയിട്ട് കാണുക, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർ ആരൊക്കെയാണോ നഴ്സ് ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നത് അവർക്ക് വേണ്ടി ക്ലാസ്സസ് ഷെയർ ചെയ്യുക. നോർസെറ്റ് 9 ഈസ് നോട്ട് ഓൺലി ഫോർ എയിംസ് ബട്ട് ഓൾസോ ഫോർ ജിപ്മർ. ഓക്കെ, ജിപ്മർ വളരെ നല്ലൊരു വേക്കൻസിയാണ് ഇപ്രാവശ്യം അനൗൺസ് ചെയ്തിട്ടുള്ളത്. എന്തുകൊണ്ടും നല്ലൊരു ജോബാണ് നിങ്ങൾക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിലൂടെ കിട്ടാൻ പോകുന്നത്. നന്നായിട്ട് ശ്രമിക്കുക, എത്രയും പെട്ടെന്ന് തന്നെ ഒരു ഗവൺമെൻറ് ജോലി നേടിയെടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ: യു ഹാവ് റിസീവ്ഡ് എ ക്ലയന്റ് വിത്ത് emphysema in emergency becomes restless and confused. Which of the following action should the nurse take next? ഒരു പേഷ്യൻ്റ് emphysema ഉള്ള പേഷ്യൻ്റ്, ഇതെന്താണ്? ഇതൊരു റെസ്പിറേറ്ററി ഡിസോർഡർ ആണ്. അതായത് നമ്മുടെ COPD അസോസിയേറ്റഡ് ആയിട്ട് വരുന്ന ഒരു ഡിസീസാണ് emphysema എന്ന് പറയുന്നത്. അപ്പം നമ്മളൊരു എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് നഴ്സിലോ ആണ്. അപ്പോൾ നമ്മൾക്ക് അവിടെ ഈ ഒരു പേഷ്യൻറ്റിനെ റിസീവ് ചെയ്തു. പേഷ്യൻ്റ് എങ്ങനെയായിരുന്നു? റെസ്റ്റ്ലെസ് ആണ്, കൺഫ്യൂസ്ഡുമാണ്. ആസ് ഫോർ ദ ട്രീറ്റ്മെൻറ്റ് എമർജൻസി മാനേജ്മെൻറ്റ് നിങ്ങൾ എന്ത് ചെയ്യും? ഓപ്ഷൻ A, മെഷർ ദ ബോഡി ടെമ്പറേച്ചർ. ഓപ്ഷൻ B, ഇൻസ്ട്രക്ട് ടു പെർഫോം പേഴ്സ് ലിപ്പ് ബ്രീത്തിങ്. ഓപ്ഷൻ C, അസസ് സീറം പൊട്ടാസ്യം ലെവൽ. ഓപ്ഷൻ D, ഇൻക്രീസ് ദ ഓക്സിജൻ ഫ്ലോ റേറ്റ് ടു 6 ലിറ്റർ പെർ മിനിറ്റ്. എന്തായിരിക്കും ഇവിടുത്തെ പ്രത്യേകത? emphysema എന്ന് പറഞ്ഞാൽ, അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞു, COPDയുമായിട്ട് റിലേറ്റഡ് ആണ്. സെയിം ലൈക്ക് COPD ആണ്. COPD ഉള്ള പേഷ്യൻസിന് എന്താണ്? അവിടെ പേഷ്യൻ്റ് പ്രോപ്പറായിട്ട് ബ്രീത്ത് ചെയ്യണമെങ്കിൽ അവിടെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് അവിടെ കൂടുതലായിരിക്കണം. ബ്ലഡിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ കോൺസെൻട്രേഷൻ കൂടി വന്നാൽ മാത്രമേ അവിടെ റെസ്പിറേറ്ററി ഡ്രൈവ് അല്ലെങ്കിൽ റെസ്പിറേഷൻ ബ്രീത്തിങ് മൂവ്മെൻ്റ് അവിടെ ഉണ്ടാകത്തുള്ളൂ. അങ്ങനെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടി വരണമെങ്കിൽ ഏത് തരം ബ്രീത്തിങ് ആണ് അവിടെ നമുക്ക് വേണ്ടത്? emphysema അതിൽ ബോഡി ടെമ്പറേച്ചർ അസസ് ചെയ്യേണ്ട കാര്യമില്ല. COPD അല്ലെങ്കിൽ emphysema ഉള്ള പേഷ്യൻ്റ് നമ്മൾ ലോ ഫ്ലോ ഓക്സിജൻ ആണ് കൊടുക്കേണ്ടത്. ദാറ്റ് മീൻസ് 2 ലിറ്റർ പെർ മിനിറ്റ്. ലോ ഫ്ലോ ഓക്സിജൻ ആണ് കൊടുക്കേണ്ടത്. 6 ലിറ്റർ ആയിട്ട് ഇൻക്രീസ് ചെയ്യുന്നത് കൊണ്ട് യാതൊരു ഗുണവും അവിടെ ഉണ്ടാകുന്നില്ല. ഇതിന് പൊട്ടാസ്യം ലെവലുമായിട്ട് ഒരു ബന്ധവുമില്ല. പകരം നമ്മൾ എന്താണ് അവിടെ ഫോളോ ചെയ്യാൻ പേഷ്യൻറ്റിന് പറയേണ്ടത്? ഇൻസ്ട്രക്ട് ദ പേഷ്യൻറ്റ് ടു പെർഫോം പേഴ്സ് ലിപ്പ് ബ്രീത്തിങ്. എന്താണ് പേഴ്സ് ലിപ്പ് ബ്രീത്തിങ് എന്ന് പറയുന്നത്? എങ്ങനെയാണ് അത് ചെയ്യുന്നത്? അതായത് നന്നായിട്ട് ഡീപ്പായിട്ട് സ്ട്രോങ് ആയിട്ട് ഇൻഹെയിൽ ചെയ്യുക ത്രൂ നോസ്. അതിനുശേഷം വളരെ സ്ലോലി 1 2 3 4 അങ്ങനെയുള്ള സ്ലോലി ആയിട്ട് നമ്മൾ വായി തുറക്കാതെ മൗത്ത് ഇങ്ങനെ ചേർത്ത് വെച്ച് ലിപ്സ്
ചേർത്ത് വെച്ച് പേഴ്സിൻ്റെ ലിപ്പിലൂടെ എന്ത് ചെയ്യുക, സ്ലോലി ബ്രീത്ത് ഔട്ട് ചെയ്യുക. സോ അപ്പോൾ നമ്മുടെ കംപ്ലീറ്റ്ലി നമ്മുടെ ലങ്സിനുള്ളിലുള്ള എയർ അവിടെ പുറത്തോട്ട്, മാക്സിമം എയർ പുറത്തോട്ട് പോകും. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഓക്സിജൻ്റെ അളവ് കുറയും, കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടും. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും, ബ്രീത്തിങ് മൂവ്മെൻറ്റ് അവിടെ ഉണ്ടാകും, നോർമൽ ബ്രീത്തിങ് അവിടെ സാധ്യമാകും. സോ എംഫൈസീമ, COPD ഇതുപോലുള്ള കണ്ടീഷൻസ് വരുമ്പോൾ പ്രത്യേകം നോട്ട് ചെയ്യുക, പേഷ്യൻറ്റിന് ലോ ഫ്ലോ ഓക്സിജൻ ആണ്, ഒപ്പം പേഴ്സ്ഡ് ലിപ്പ് ബ്രീത്തിങ് ആണ് നടത്തേണ്ടത്. ഇവിടെ ആൻസർ കീ നോക്കുക. Encourage the patient to perform pursed lip breathing. It prevents collapse of lung unit and helps client control rate and depth of breathing. എന്തുകൊണ്ട് ഓപ്ഷൻ എ വന്നില്ല? മോണിറ്ററിംഗ് ദ ടെമ്പറേച്ചർ വിൽ നോട്ട് ഹെൽപ്പ് us. കൺഫ്യൂഷൻ ഈസ് പ്രോബബ്ലി ഡ്യൂ ടു ഡിക്രീസ്ഡ് ഓക്സിജനേഷൻ. യൂഷ്വലി അതിന് കാരണം എന്താണ്? ഈ ഒരു എംഫൈസിം അല്ലെങ്കിൽ കൺഫ്യൂഷൻ ഉണ്ടാകാൻ കാരണം ഓക്സിജൻ്റെ അളവ് കുറഞ്ഞതാണ് അല്ലേ? അപ്പോൾ അങ്ങനെ അതിൽ നമ്മൾ ടെമ്പറേച്ചർ നോക്കുന്നതുകൊണ്ട് ഒരു ഗുണവും ഇല്ല. അതുപോലെ പൊട്ടാസ്യം ലെവൽ അസസ്മെൻറ്റ് എന്തെങ്കിലും സഹായിക്കുമോ? ഇല്ല. അതുപോലെ പേഷ്യൻറ്റിന് ലോ ഫ്ലോ ഓക്സിജൻ ആണ് കിട്ടേണ്ടത്, അവിടെ ഹൈ ഫ്ലോ കൊടുക്കുന്നതുകൊണ്ട് യാതൊരു ഗുണവും ഉണ്ടാകുന്നില്ല. സോ ഇറ്റ് ഈസ് ബെറ്റർ ടു സ്റ്റാർട്ട് പേഴ്സ്ഡ് ലിപ്പ് ബ്രീത്തിങ്. പേഴ്സ്ഡ് ലിപ്പ് ബ്രീത്തിങ് എന്ന് പറഞ്ഞാൽ എന്ത് സഹായിക്കുന്നു? ഷോർട്ട്നെസ് ഓഫ് ബ്രീത്ത് പ്രിവെൻറ്റ് ചെയ്യാൻ സഹായിക്കുന്നു. ഈ ഒരു ടെക്നിക്ക് വഴി പേഷ്യൻ്റെ ലങ്സിലുള്ള ഫുൾ എയർ ബ്രീത്ത് ഔട്ട് ചെയ്യാനും ആ കംപ്ലീറ്റ് എയർ പുറത്തോട്ട് പോകും. നമ്മൾ അടുത്ത് ഇൻഹെയിൽ ചെയ്യുമ്പോൾ കംപ്ലീറ്റ് എയർ നല്ല സ്ട്രോങ് ആയിട്ട് ലാർജ് എമൗണ്ട് എയർ നമുക്ക് ഇൻഹെയിൽ ചെയ്യാനും പറ്റുന്നു അല്ലേ? അപ്പോൾ ഇത് ചെയ്യുന്ന ടെക്നിക്കാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. റിലാക്സ് യുവർ നെക്ക് ആൻഡ് ഷോൾഡേഴ്സ്, ബ്രീത്ത് ഇൻ സ്ലോലി ത്രൂ യുവർ നോസ് ഫോർ 2 കൗണ്ട്. 2 1 2 എന്ന് പറഞ്ഞ് 2 സ്ട്രോങ് ആയിട്ട് ബ്രീത്ത് ചെയ്യുക. സ്ലോലി ഡീപ്പ് ബ്രീത്ത് എടുക്കുക. അതിനുശേഷം മൗത്ത് എന്ത് ചെയ്യുക, അവിടെ ക്ലോസ് ചെയ്ത് മീൻസ് പക്കർ യുവർ ലിപ്സ്. ഇഫ് യു ആർ ഗോയിങ് ടു ബ്ലോ എ കാൻഡിൽ, എങ്ങനെയാണ് ഒരു മെഴുകുതിരി ഊതി അടയ്ക്കുന്നത് അതുപോലെ പതുക്കെ അവിടെ ജെന്റ്ലി സ്ലോലി 1 2 3 4 ഇങ്ങനെ നമ്മൾ കൗണ്ട് ചെയ്തുകൊണ്ട് മനസ്സിൽ കൗണ്ട് ചെയ്തുകൊണ്ട് സ്ലോലി ജെന്റ്ലി ബ്രീത്ത് ഔട്ട് ചെയ്യുക. ഇത് നമ്മുടെ നോർമൽ ബ്രീത്തിങ്ങിന് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ നിങ്ങൾക്ക്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, സെലക്ട് ദ കറക്റ്റ് ഇൻ്റർവെൻഷൻ ഫ്രം ദ ഫോളോവിങ് ഫോർ ദ പ്ലാൻ ഓഫ് കെയർ ഫോർ എ പേഷ്യൻസ് വിത്ത് സിവിയർ ലിവർ ഡിസീസ്. അപ്പോൾ ഇവിടെ പേഷ്യൻ്റ് എന്താണ് പ്രോബ്ലം? ഹെപ്പാറ്റിക് ഡിസീസ് അല്ലെങ്കിൽ സിവിയർ ലിവർ ഡിസീസ് ആണ്. അങ്ങനെ ലിവർ ഡിസീസ് ഉള്ള പേഷ്യൻറ്റിന് അപ്രോപ്രിയേറ്റഡ് ആയിട്ടുള്ള ഒരു മാനേജ്മെൻറ്റ് എന്താണ്, അത് സെലക്ട് ചെയ്യുക. ഓപ്ഷൻസ് ഏതൊക്കെയാണ് പറയുന്നത്? ഓപ്ഷൻ എ, അഡ്മിനിസ്റ്റർ കയക്സലേറ്റ് എനിമാസ്. കയക്സലേറ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഒരു ടൈപ്പ് ഓഫ് ഒരു എക്സാമ്പിൾ ആണ് അല്ലേ കയക്സലേറ്റ് എനിമ എന്ന് പറയുന്നത്. പൊട്ടാസ്യവുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന ഒരു എനിമയാണ് കയക്സലേറ്റ് എനിമ എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി പറയുന്നത് പ്രൊവൈഡ് എ ലോ പ്രോട്ടീൻ ഹൈ കാർബോഹൈഡ്രേറ്റ് ഡയറ്റ്. തേർഡ് വൺ, ഇൻസേർട്ട് എ സെങ്സ്റ്റെക്കൻ ബ്ലാക്ക്മോർ ട്യൂബ്. ഫോർത്ത് വൺ, ഓൾ ഓഫ് ദ എബോ. ഇതിലേതായിരിക്കും ആക്ഷൻ വരുന്നത്? ലിവർ ഡിസീസ് ആണ്. ലിവർ ഡിസീസ് ആകുമ്പോൾ നമ്മൾ ഏത് തരം അവിടെ പ്ലാൻ ഓഫ് കെയർ ആയിരിക്കും നടപ്പിലാക്കേണ്ടത്? കയക്സലേറ്റ് എനിമ കൊടുക്കുന്നത് ഏതെങ്കിലും ഗുണമുണ്ടോ? ഇല്ല. പകരം അവിടെ ലോ പ്രോട്ടീൻ ഹൈ കാർബോഹൈഡ്രേറ്റ് ഡയറ്റാണ് പേഷ്യൻറ്റിന് കൊടുക്കേണ്ടത്. സിവിയർ ലിവർ ഡിസീസ് ഉള്ള പേഷ്യൻ്റെ ഡയറ്റ് എങ്ങനെയായിരിക്കണം? ലോ പ്രോട്ടീൻ ഹൈ കാർബോഹൈഡ്രേറ്റ്. നോട്ട് ചെയ്തോളുക, it's very important. Severe liver diseases can lead to hepatic coma caused by increased levels of ammonia from breakdown of protein. അതായത് നമ്മുടെ ഓൾറെഡി പേഷ്യൻ്റ് ലിവർ അവിടെ ഡാമേജ്ഡ് ആണ്. അപ്പം നമ്മുടെ ഹൈ പ്രോട്ടീൻ ഡയറ്റ് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ഈ പ്രോട്ടീൻ ഡൈജസ്റ്റ് ചെയ്യണ്ടേ? അപ്പോൾ ഡൈജസ്റ്റ് ചെയ്യുമ്പോൾ അവിടെ എന്ത് എൻഡ് പ്രോഡക്റ്റ് ഉണ്ടാവും? അമോണിയ ഉണ്ടാകും. ഈ ഉണ്ടാകുന്ന അമോണിയ ബ്ലഡിൽ കൂടി വരുമ്പോൾ അതെന്തിന് കാരണമാകാം? ഹെപ്പാറ്റിക് കോമ ഉണ്ടാകുന്നതിന് കാരണമാകാം. അതുകൊണ്ട് തന്നെ പേഷ്യൻ്റ് എന്ത് കൊടുക്കണം? നമ്മൾ ലോ പ്രോട്ടീൻ ഡയറ്റും എന്നാൽ എനർജി മീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഹൈ കാർബോഹൈഡ്രേറ്റ് ഡയറ്റും നമുക്ക് പേഷ്യൻറ്റിന് സജസ്റ്റ് ചെയ്യാം. ഇപ്പോൾ തന്നെ നോട്ട് ചെയ്തോളാം, ലിവർ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ പ്രോട്ടീൻ ഡൈജസ്റ്റ് ചെയ്യുമ്പോൾ അമോണിയ ഉണ്ടാകുന്നു. ആ അമോണിയ എക്സ്ക്രീറ്റ് ചെയ്യണമെങ്കിൽ ലിവർ പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യണം. അതില്ലാത്തടത്തോളം നമ്മൾ എന്ത് ചെയ്യണം? ലോ പ്രോട്ടീൻ ഡയറ്റും എന്നാൽ പേഷ്യൻ്റെ ന്യൂട്രീഷണൽ സ്റ്റാറ്റസ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. എനർജി നീഡ്സ് മീറ്റ് ചെയ്യണം. അതിനുവേണ്ടി ഹൈ കാർബോഹൈഡ്രേറ്റ് ഡയറ്റ് കൊടുക്കണം. എന്തിനാണ് കയക്സലേറ്റ് എനിമ കൊടുക്കുന്നത് ചില പേഷ്യൻസിന്? ഇവിടെ അത് കൊടുക്കേണ്ട ആവശ്യമില്ല, എന്നാലും അത് എന്തിനാണെന്ന് അറിഞ്ഞിരിക്കണം. കാരണം മറ്റൊരു ക്വസ്റ്റ്യൻ ഇതുപോലെ റിലേറ്റഡ് ആയിട്ട് ചോദിക്കാം. കയക്സലേറ്റ് എനിമ ഈസ് യൂസ്ഡ് ഇൻ കേസ് ഓഫ് ഹൈപ്പർ കലീമിയ. പേഷ്യൻ്റെ പൊട്ടാസ്യം ബ്ലഡിൽ കൂടുതലാണെങ്കിൽ
ഹൈപ്പർ കലീമിയ ആണെങ്കിൽ നോർമൽ പൊട്ടാസ്യം ലെവൽ എത്രയാണ്? 3.5 to 5 അല്ലേ, അല്ലെങ്കിൽ ചിലതിൽ 5.5 എന്ന് വരുന്നുണ്ട്. 3.5 to 5.5 ആണ്. ഇതിൽ കൂടിയാൽ അതിനെ ഹൈപ്പർ കലീമിയ എന്ന് പറയുന്നു. അങ്ങനെ ഈ കൂടി നിൽക്കുന്ന പൊട്ടാസ്യം കുറയ്ക്കാൻ വേണ്ടിയിട്ട്, ഡിക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് കൊടുക്കുന്നു? അതിൻ്റെ ഒരു മെത്തേഡ്, പലതരത്തിലുള്ള മാനേജ്മെൻ്റ് ഉണ്ട്. ഇതിൽ കയക്സലേറ്റ് എനിമ കൊടുത്തു കഴിഞ്ഞാൽ അതും പൊട്ടാസ്യം ഷിഫ്റ്റ് ഔട്ട്, അതായത് നമ്മുടെ ഇൻട്രാവാസ്കുലർ കമ്പാർട്ട്മെൻറ്റിൽ നിന്നും ഡൈജസ്റ്റീവ് ട്രാക്റ്റിലൂടെ ഷിഫ്റ്റ് ഔട്ട് ചെയ്ത് പുറത്തോട്ട് കൊണ്ടുവരുന്നതിന് സഹായിക്കുന്നു. നെക്സ്റ്റ് ഓപ്ഷൻ സി, സെങ്സ്റ്റെക്കൻ ബ്ലാക്ക്മോർ ട്യൂബ് എന്നത് യൂഷ്വലി ഏത് കേസിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ അപ്പർ GI ബ്ലീഡിംഗ് ടു അപ്ലൈ പ്രഷർ അഗൈൻസ്റ്റ് ബ്ലീഡിംഗ് ഈസോഫേജിയൽ വേരിസസ്. അതായത് നമ്മുടെ ഈസോഫേജിയൽ വേരിസസിൽ ബ്ലീഡിംഗ് ഉണ്ടാകുമ്പോൾ അവിടെ പ്രഷർ കൊടുക്കാൻ ബലൂൺ ഉപയോഗിച്ച്, അതായത് നമ്മുടെ സെങ്സ്റ്റേക്കൺ ബ്ലാക്ക്മോർ ട്യൂബ് നമ്മുടെ നാസോഗാസ്ട്രിക് ആയിട്ട് നമ്മൾ ഇൻസേർട്ട് ചെയ്ത് അവിടെ ആ ഈസോഫാഗസിൻ്റെ സൈറ്റിൽ അല്ലെങ്കിൽ ബ്ലീഡിംഗ് സൈറ്റിൽ എത്തുമ്പോൾ ആ ബലൂൺ അവിടെ നമ്മൾ ഇൻഫ്ലേറ്റ് ചെയ്യും, അവിടെ കംപ്രഷൻ കൊടുക്കുകയും ബ്ലീഡിംഗ് സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ ഇത് ഓരോന്നും ഓരോ ഓപ്ഷനും എന്താണെന്ന് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ നമ്മൾ ഇന്നിവിടെ പഠിച്ച പോയിന്റ് എന്താണ്? നമ്മുടെ ലിവർ ഡിസീസ് ഉള്ള പേഷ്യൻറ്റിന് ലോ പ്രോട്ടീൻ ഡയറ്റ് ആയിരിക്കണം, ഹൈ കാർബോഹൈഡ്രേറ്റ് ഡയറ്റ് ആയിരിക്കണം. പൊട്ടാസ്യം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹൈപ്പർ കലീമിയ ഉള്ള പേഷ്യൻറ്റിന് കയക്സലേറ്റ് എനിമ കൊടുക്കാം. ഈസോഫേജിയൽ വേരിസസ് ഉള്ള പേഷ്യൻസിന് GI ബ്ലീഡിംഗ് അല്ലെങ്കിൽ ഇൻറ്റസ്റ്റൈനൽ ബ്ലീഡിംഗ് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്ന ട്യൂബാണ് സെങ്സ്റ്റെക്കൺ ബ്ലാക്ക്മോർ ട്യൂബ് എന്ന് പറയുന്നത്. അതിലൊരു ബലൂൺ ഉണ്ട് ടിപ്പിൽ, അത് വീർക്കുമ്പോൾ അത് ഇൻഫ്ലേറ്റ് ചെയ്യുമ്പോൾ ആ ഒരു ബലൂൺ അവിടെ പ്രഷർ കൊടുക്കുകയും ആ ബ്ലീഡിംഗ് സൈറ്റിൽ ബ്ലീഡിംഗ് സ്റ്റോപ്പ് ആവുകയും ചെയ്യുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, എ പേഷ്യൻറ്റ് പ്രസൻറ്റ് വിത്ത് ജോണ്ടിസ് ഡ്യൂ ടു പാൻക്രിയാറ്റിക് ക്യാൻസർ. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. പാൻക്രിയാറ്റിക് ക്യാൻസർ ഉള്ള പേഷ്യൻറ്റിന് ജോണ്ടിസ് കാണുന്നുണ്ട്. വൈൽ പ്രയോറിറ്റൈസിങ് ദ പേഷ്യൻറ്റ് നീഡ്സ് വിച്ച് ഓഫ് ദ ഫോളോവിങ് നഴ്സിംഗ് ഡയഗ്നോസിസ് ദ നഴ്സ് ഷുഡ് ഗിവ് ദ ഹയസ്റ്റ് പ്രയോറിറ്റി. അപ്പോൾ പാൻക്രിയാറ്റിക് ക്യാൻസർ എന്ന് പറഞ്ഞാലും ജോണ്ടിസ് എന്ന് പറഞ്ഞാലും രണ്ടും നമുക്ക് വളരെ ക്രോണിക് ആയിട്ടുള്ള കണ്ടീഷൻസ് ആണ്. ഈ ഡിസീസ് ഉള്ള പേഷ്യൻസിന് പലതരത്തിലുള്ള പ്രോബ്ലംസ്, ന്യൂട്രീഷൻ നീഡ്സ് ഉണ്ടാകും, അല്ലെങ്കിൽ ബോഡി പ്രോബ്ലംസ് ഉണ്ടാകും, അല്ലെങ്കിൽ ബ്രീത്തിങ് തരത്തിലുള്ള പ്രോബ്ലംസ് ഉണ്ടാകും, പലതരത്തിലുള്ള പ്രോബ്ലംസ് അവിടെ ഉണ്ടാകാം. എന്നാൽ അവിടെ ഈ പേഷ്യൻറ്റിന്, നമ്മുടെ ഈ ഒരു പാൻക്രിയാറ്റിക് ക്യാൻസർ ഉള്ള പേഷ്യൻറ്റിന് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി നമ്മൾ എന്തിനാണ് കൊടുക്കുക? ഓപ്ഷൻസ് ഏതൊക്കെ പറയുന്നത്? ഇംബാലൻസ്ഡ് ന്യൂട്രീഷൻ, ഡിസ്റ്റർബ് ബോഡി ഇമേജ്, ഇംപെയർഡ് സ്കിൻ ഇൻറ്റഗ്രിറ്റി, ഇംപെയർഡ് ഗ്യാസ് എക്സ്ചേഞ്ച്. ഇവിടെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഇംബാലൻസ് ന്യൂട്രീഷനാണ്. ഇത് നമ്മുടെ ഡൈജഷനെ ബാധിക്കുന്നതാണ്. പാൻക്രിയാറ്റിക് ക്യാൻസർ ഉള്ള പേഷ്യൻറ്റിന് ഏറ്റവും പ്രോബ്ലമാറ്റിക് ആയിട്ട് വരുന്ന പ്രോബ്ലം എന്താണ്? ന്യൂട്രീഷണലാണ്. കാരണം നമ്മുടെ ഡയറ്റിൽ മോസ്റ്റ് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂട്രിയൻസ് എല്ലാം ഡൈജസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്കവിടെ പാൻക്രിയാറ്റിക് ജ്യൂസ് വേണം. പാൻക്രിയാറ്റിക് ക്യാൻസർ ഉള്ള പേഷ്യൻസിന് അവിടെ എന്തുണ്ടാകും? പ്രൊഫൗണ്ട് വെയിറ്റ് ലോസ് ഉണ്ടാകാം, വിശപ്പില്ലായ്മ അല്ലെങ്കിൽ അനോറക്സിയ ഉണ്ടാകാം. അവിടെ അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി നമ്മൾ ന്യൂട്രീഷണൽ നീഡ്സിനാണ് കൊടുക്കേണ്ടത്. എന്നാൽ ഇവിടെ സെൽഫ് ഇമേജ്, ഡിസ്റ്റർബ് സെൽഫ് ഇമേജ് ക്യാൻ ബി എ കൺസേൺ. ചിലപ്പോൾ ചില പേഷ്യൻസ്, ക്യാൻസറൊക്കെ വന്ന പേഷ്യൻസിന് അവിടെ ഒരു ബോഡി ഇമേജ് അല്ലെങ്കിൽ ആ ഒരു അവർ തളർന്നതോ ക്ഷീണമായിട്ടൊക്കെ ഉള്ള ഒരു ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. എക്സ്പെഷ്യലി ജോണ്ടിസ് ഉള്ള പേഷ്യൻസിന് അവിടെ എന്താണ്? ഫിസിയോളജിക്കൽ നീഡ്സ് ആണ് അവിടെ കൂടുതൽ പ്രയോറിറ്റി വരേണ്ടത്. ജോണ്ടിസ് ഉള്ള പേഷ്യൻസിന് ആ ഒരു ഡിസ്കളറേഷനൊക്കെ ഉണ്ടാകുന്നത് കൊണ്ട് ഡിസ്റ്റർബ്ഡ് സെൽഫ് ഇമേജ് ഉണ്ടാകാം. പക്ഷേ അതിനേക്കാളും നമുക്ക് ഇമ്പോർട്ടൻസ് ഏതിനാണ് വരുന്നത്? ഫിസിയോളജിക്കൽ നീഡ്സ് ആയിട്ടുള്ള ന്യൂട്രീഷന് ആണ്. നെക്സ്റ്റ്, ഇംപെയർഡ് സ്കിൻ ഇൻറ്റഗ്രിറ്റി. ഇത് നമ്മുടെ ന്യൂട്രീഷൻ കഴിഞ്ഞാൽ അടുത്ത പ്രയോറിറ്റി നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് ഇംപെയർഡ് സ്കിൻ ഇൻറ്റഗ്രിറ്റി എന്ന് പറയുന്നത്. കാരണം നമ്മുടെ ഈ ജോണ്ടിസ് എന്തിന് കാരണമാകുന്നു? ഡ്രൈ സ്കിന്ന്, പ്രൂറൈറ്റിസ്, ഇത് അതിൻ്റെ ഫലമായിട്ട് സ്ക്രാച്ചിങ് ലീഡ് ടു സ്കിൻ ബ്രേക്ക് ഡൗൺ. അപ്പോൾ അത് സെക്കൻഡ് പ്രയോറിറ്റി കൊടുക്കാൻ പറ്റുന്നതാണ്. ഇവിടെ ഇംപെയർഡ് ഗ്യാസ് എക്സ്ചേഞ്ച് എന്നുള്ളത് ഒരു ഡെഫിനിറ്റീവ് നഴ്സിംഗ് ഡയഗ്നോസിസ് അല്ല. പാൻക്രിയാറ്റിക് ക്യാൻസർ ഉള്ള പേഷ്യൻസിന് റെസ്പിറേറ്ററി ഇഷ്യൂസ് അവിടെ വരേണ്ട കാര്യമില്ല. അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഒരു സിംറ്റംസ് ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യനിൽ മെൻഷനും ചെയ്തിട്ടില്ല. അതുകൊണ്ട് നമുക്കതവിടെ അവോയ്ഡ് ചെയ്യാം. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻസ് പാൻക്രിയാറ്റിക് ക്യാൻസറിൽ എന്തിനാണ് വരുന്നത്? ന്യൂട്രീഷണൽ നീഡ്സിനാണ്. നെക്സ്റ്റ് ഇവിടെ നോക്കാം. ഞാൻ ഒന്നുകൂടി ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ നോർസെറ്റ് 9 ക്വസ്റ്റ്യൻസിന്, അതിപ്പോൾ പ്രിലിംസ് ആയാലും എയിംസ് ആയാലും അതിൽ കുറേ പിക്ചേഴ്സ് വെച്ചുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ പിക്ചേഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും നമ്മുടെ നഴ്സിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് മാത്രമായിരിക്കും ചോദിക്കുന്നതെന്ന്. അങ്ങനെയല്ല. നമ്മൾ ഹെൽത്ത് ഫീൽഡിൽ കാണുന്ന എല്ലാ തരത്തിലുള്ള എക്യുപ്മെൻറ്റ്സും, ഡയഗ്നോസ്റ്റിക് എക്യുപ്മെൻറ്റ്സ്, ട്രീറ്റ്മെൻറ്റ് എക്യുപ്മെൻറ്റ്സ്, നമ്മുടെ പ്രൊസീജിയറിന് യൂസ് ചെയ്യുന്ന സിമ്പിൾ ആർട്ടിക്കിൾസ് ഏത് തന്നെ വേണമെങ്കിലും
ചോദിക്കാം. ഏതിൻ്റെ പിക്ചർ തന്നും അത് എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ പർപ്പസസ് എന്താണ്, അത് എവിടെയാണ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ മെഷീൻ യൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെ പ്രിക്കോഷൻസ് ആണ് എടുക്കേണ്ടത്, ഇതുമായിട്ടെല്ലാം റിലേറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പോൾ ഇവിടെ 4ാമത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ഈ പിക്ചറിൽ കാണുന്ന ഈ മെഷീൻ അത് ഏതാണ്? ലാമിനാർ ഫ്ലോ ഹുഡാണോ, അതോ സി കോയിൽ മെഷീനാണോ, അതോ സി ആം മെഷീനാണോ, അതോ USG മെഷീനാണോ? ഈ മെഷീൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അതായത് ഇതിനെന്താ പറയുന്നത്? സിയാം മെഷീൻ എന്നാണ് പറയുന്നത്. സിയാം എന്ന് പറഞ്ഞാൽ CT സ്കാൻ ഒക്കെ ചെയ്യുന്നിടത്താണ് സിയാം മെഷീൻ നമുക്ക് വരുന്നത്. അതുപോലെ തന്നെ കാത്ത് ലാബിനകത്തും സിയാം ഉണ്ടാകും. ഇതെന്ത് മെഷീനാണ്? സിയാം, സി പോലെ ഇരിക്കുന്ന ഇങ്ങനെ ഒരു ഭാഗമുള്ളത് കൊണ്ടാണ് ഇതിനെ സിയാം മെഷീൻ എന്ന് പറയുന്നത്. The correct answer ഏതാണ്? C-arm machine. A C-arm machine categorizes itself as a advanced medical imaging technique. അതായത് നമ്മുടെ എക്സ്റേ ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് ഫ്ലൂറോസ്കോപ്പി ചെയ്യാനും അതുപോലെ നമ്മുടെ കാത്ത് ലാബിൽ ആൻജിയോഗ്രാം ചെയ്യാനും പലതരത്തിലുള്ള ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകൾ ചെയ്യാനും ഈവൻ ഇൻട്രാവാസ്കുലർ ട്രീറ്റ്മെൻറ്റുകൾ നടപ്പിലാക്കാൻ പോലും നമുക്ക് ഈ ഒരു സിയാം മെഷീൻ സഹായിക്കുന്നു. ഓർത്തോപീഡിക് സർജറി, കോംപ്ലിക്കേറ്റഡ് സർജിക്കൽസ്, പെയിൻ മാനേജ്മെൻറ്റ്, അനസ്തെറ്റിക്സ്, എമർജൻസി പ്രൊസീജിയർ ചെയ്യുന്ന ഇതിലെല്ലാത്തിനും നമ്മൾ ഈ ഒരു സിയാം മെഷീന് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മുടെ ഓപ്ഷനിൽ കണ്ട ലാമിനാർ ഫ്ലോ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കണ്ടായിരുന്നു. ഫ്ലോ ഹുഡ് എന്ന്, ലാമിനാർ ഫ്ലോ ഹുഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കണ്ടായിരുന്നു. അതാണ് ഈ ഡിവൈസ്. ഈ ഒരു പിക്ചർ കാണുന്നത് ഇതാണ് ലാമിനാർ ഫ്ലോ ക്യാബിനറ്റ് അല്ലെങ്കിൽ ഫ്ലോ ഹുഡ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ടിഷ്യൂ കൾച്ചർ ഹുഡ് എന്ന് പറയാറുണ്ട്. carefully enclosed bench designed to prevent contamination of semiconductor wafers, biological samples and ലാബുകളിൽ യൂസ് ചെയ്യുന്ന ഒരു ക്യാബിനറ്റ് അല്ലെങ്കിൽ ലാമിനാർ ഫ്ലോ ക്യാബിനറ്റ് അല്ലെങ്കിൽ ടിഷ്യൂ കൾച്ചർ ഹുഡാണ് ഈ പിക്ചറിൽ നിങ്ങൾ കാണുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ കണ്ടിട്ടുണ്ടാവും അൾട്രാസൗണ്ട് മെഷീൻ. ഇതാണ് നമ്മുടെ പിക്ചറിൽ കാണുന്ന ഇതാണ് അൾട്രാസൗണ്ട് മെഷീൻ. ഇവിടെ ഒരു നോബ് ഉണ്ടാവും. ഇത് ഉപയോഗിച്ച് ശരീരത്തിൻ്റെ പുറമെ, ഇതൊരു ഇൻട്രാവാസ്കുലർ പ്രൊസീജിയർ അല്ല, പുറമെ നമ്മൾ എന്ത് ചെയ്യുന്നു, ബോഡി പാർട്ടിൽ എവിടെ ഇപ്പോൾ അബ്ഡോമിനാണെങ്കിൽ അബ്ഡോമിനിൽ ജെല്ലി അപ്ലൈ ചെയ്ത് ആ ഭാഗത്ത് ഈ ഒരു നോബ്, ഈ ഒരു പ്രോബ് നമ്മളവിടെ ഓടിച്ച് അവിടെ നമുക്ക് ഉള്ളിൽ അവിടെ റേഡിയേഷൻ ഒന്നുമില്ല. നമുക്ക് എക്സ്പെഷ്യലി പ്രഗ്നൻ്റ് ആയിരിക്കുന്ന അമ്മമാർ, പ്രഗ്നൻസി മാത്രമല്ല കോമൺ ആയിട്ട് നമ്മൾ പ്രഗ്നൻസിയിൽ കുഞ്ഞിൻ്റെ വളർച്ച അറിയാനും ഫ്ലൂയിഡിൻ്റെ വോളിയം അറിയാനും കുഞ്ഞിൻ്റെ പൊസിഷൻസ് അറിയാനും കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ്സ് അറിയാനും എല്ലാം നമുക്ക് ഈ ഒരു അൾട്രാസൗണ്ട് മെഷീൻ യൂസ് ചെയ്യാം. USG മെഷീൻ, അൾട്രാസോണോഗ്രഫി മെഷീൻ. ഓക്കെ, നെക്സ്റ്റ് അടുത്ത 5ാമത്തെ ക്വസ്റ്റ്യൻ. ഇവിടെ 5ാമത്തെ ക്വസ്റ്റ്യനും എന്ത് തന്നെയാണ്? ഒരു പിക്ചർ തന്നെയാണ്, ഒരു ഇമേജ് തന്നെയാണ്. നമ്മുടെ സർജിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഒരുപാട് ടൈപ്പ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നമ്മൾ അത്ര കോമൺ ആയിട്ട് കാണുന്നൊരു ക്വസ്റ്റ്യൻ അല്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ഓരോ ഇൻസ്ട്രുമെൻ്റ് പേരുകൾ കാണുമ്പോൾ അതിൻ്റെ പിക്ചറുകളൊന്ന് ഗൂഗിളിലോ എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് ആ പിക്ചറുകളൊന്ന് കണ്ട് ഫെമിലറൈസ് ചെയ്യാൻ ശ്രമിക്കുക. ഏത് തരത്തിലുള്ള പിക്ചേഴ്സ് വേണമെങ്കിലും എക്സാമിന് ചോദിക്കാം. അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ്, ഒരുപാട് പിക്ചേഴ്സ് ഒരേ എക്സാമിന് ചോദിക്കാറില്ല. പക്ഷെ എന്നാലും നമുക്ക് ഓരോ ക്വസ്റ്റ്യനും ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഒരു പിക്ചറാണ് തന്നതെങ്കിൽ പോലും നമുക്കത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളുടെ പിക്ചറുകളൊന്ന് ഫെമിലറൈസ് ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ ഈ പിക്ചറിൽ കാണുന്നത് മാരിലാൻഡ് ഡിസക്ടർ ആണോ, മാക്സി ഗ്രിപ്പ് ഗ്രാസ്പർ ആണോ, ഫെനസ്ട്രേറ്റഡ് മെഡിക് ലിഞ്ച് ഗ്രാസ്പർ ആണോ, ഹാർമോണിക് എയ്സ് ആണോ? ഒരു പുതിയ പേരുകളാണ് അല്ലേ, പലരും കേട്ടിട്ടുണ്ടാകാൻ ചാൻസ് ഇല്ല. ഈ ഒരു ഇൻസ്ട്രുമെൻറ്റിൻ്റെ പേരെന്താണ്? മേരിലാൻഡ് ഡിസക്ടർ. മേരിലാൻഡ് ഡിസക്ടർ എന്ന് പറയുന്ന ഇൻസ്ട്രുമെൻ്റ് ആണിത്. ഓക്കെ, അത് ഓർത്തിരിക്കുക. നിങ്ങൾക്കിവിടെ കാണാം മേരിലാൻഡ് ഡിസക്ടർ പല രീതിയിലുണ്ട്. അതുപോലെ മാക്സി ഗ്രിപ്പ് ഫണ്ടസ് ഗ്രാസ്പർ ആണ് ഈ പറയുന്നത്. അതുപോലെ ഫെനസ്ട്രേറ്റ് മെഡിക് ലിഞ്ച് ഗ്രാസ്പർ ആണ് ഈ കാണുന്നത്. ഇങ്ങനെ പല രീതിയിലുള്ള ഗ്രാസ്പറും ഡിസക്ടറുകളും ഉണ്ട്, ഓർത്തിരിക്കാൻ ശ്രമിക്കുക. അതുപോലെ നിങ്ങൾ ഓപ്ഷൻ 4 ആയിട്ടുള്ള ഹാർമോണിക് സ്കാൽപ്പൽ, അതൊരു സർജിക്കൽ ഇൻസ്ട്രുമെൻ്റ് ആണ്. സൈമൾട്ടേനിയസ് ഒരേ സമയത്ത് കട്ട് ചെയ്യാനും കോട്ടറൈസ് ചെയ്യാനും സഹായിക്കുന്ന ഇൻസ്ട്രുമെൻ്റ് ആണ് ഹാർമോണിക് സ്കാൽപ്പൽ എന്ന് പറയുന്നത്. അതാണ് ഈ പിക്ചറിൽ കാണുന്നത്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മതി. കൂടുതലും ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരാറില്ല. സാധാരണ കോമൺ ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് ചോദിക്കാറ്. എന്നാലും ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉള്ളത് കൊണ്ട് പല പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. 6th ക്വസ്റ്റ്യൻ, ബൈ യൂസിങ് ദ സർജിക്കൽ ഡയാതെർമി മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് ഓപ്പറേഷൻ തിയേറ്ററിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫംഗ്ഷൻ ക്യാൻ ബി അച്ചീവ്ഡ്? ഇത്രയേ ഉള്ളൂ. ചുരുക്കി പറഞ്ഞാൽ ഡയാതെർമി മെഷീൻ്റെ ഫംഗ്ഷൻ എന്താണ്? കട്ടിംഗ് കൊയാഗുലേഷൻ ഫൾഗ്രേഷൻ ആണോ, കട്ടിംഗ് ഫൾഗ്രേഷൻ ആണോ, കട്ടിംഗ് കൊയാഗുലേഷൻ ആണോ, കൊയാഗുലേഷൻ ഫൾഗ്രേഷൻ ആണോ? കറക്റ്റ് ഓപ്ഷൻ കട്ടിംഗ് കൊയാഗുലേഷൻ
ഫൾഗ്രേഷൻ. ഇത് 3 ആക്ടിവിറ്റീസും ചെയ്യാൻ പറ്റുന്ന ഒരു മെഷീനാണ് സർജിക്കൽ ഡയാതെർമി മെഷീൻ എന്ന് പറയുന്നത്. ഓക്കെ, cutting happens when the heat is given is so high frequency that the cell burns and is separated, which is called incision. അതായത് നമുക്കൊരു സർജിക്കൽ സൈറ്റ് കട്ട് ചെയ്യണമെങ്കിൽ ഈ ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിച്ച് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അവിടെ ഹീറ്റ് അപ്ലൈ ചെയ്ത് ആ ഭാഗം ബേൺസ് ചെയ്ത് കട്ട് ചെയ്യാം. അതിനുശേഷം എന്ത് ചെയ്യുന്നു, സൈറ്റോപ്ലാസത്തിൽ വീണ്ടും ഹീറ്റ് കൊടുക്കുമ്പോൾ അവിടെ കൊയാഗുലേഷൻ കട്ടി പിടിക്കുന്നു. ഇറ്റ് ജോയിൻസ് ടുഗദർ. അതിനുശേഷം ഫൾഗ്രേഷൻ is a process in which the heat is applied and it destroys the superficial layer of tissue by means of high frequency. പിന്നെ എന്ത് ചെയ്യുന്നു, വീണ്ടും ഇത് ഹീറ്റ് അപ്ലൈ ചെയ്ത് ഫൾഗ്രേഷൻ ചെയ്യാനും സൂപ്പർഫിഷ്യൽ ലെയറിനെ ഡിസ്ട്രോയ് ചെയ്യാനും ഒക്കെ നമുക്കിത് സഹായിക്കുന്നു. ഇതിനെല്ലാം കോമൺ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെഷീനാണ് ഈ സർജിക്കൽ ഡയാതെർമി മെഷീൻ എന്ന് പറയുന്നത്. എൻ്റെ പിക്ചറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതാണ് സർജിക്കൽ ഡയാതെർമി മെഷീൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് അടുത്ത മറ്റൊരു ഇൻസ്ട്രുമെൻ്റ് ആണ്. ഐഡന്റിഫൈ ദ നെയിം ഓഫ് ദ ഇൻസ്ട്രുമെന്റ് ഗിവൺ ബിലോ. ഈ ഇൻസ്ട്രുമെന്റ് പേരെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. റൈറ്റ് ആംഗിൾ ഫോർസെപ്സ് ആണോ, സെർവിക്കൽ പഞ്ച് ബയോപ്സി ഫോർസെപ്സ് ആണോ, ടോൺസിലാർ സ്നെയർ ആണോ, യോങ്കർ ടോൺസിൽ ടിപ്പ് ആണോ? ഏതാണിത്? ഇത് കറക്റ്റ് ഓപ്ഷൻ സി, ടോൺസിലാർ സ്നെയർ ആണ്. അതായത് ഈ ഒരു ഇൻസ്ട്രുമെന്റ് പേരെന്താണ്? ടോൺസിലാർ സ്നെയർ. ഇവിടെ നമ്മൾ ബാക്കി ഓപ്ഷനിൽ കണ്ട ഇൻസ്ട്രുമെന്റ്സിന്റെ പിക്ചേഴ്സും കൊടുത്തിട്ടുണ്ട്. എ ബയോപ്സി പഞ്ച് എന്ന് പറഞ്ഞത് സർക്കുലാർ ഹോളോ ബ്ലേഡ് അറ്റാച്ച് ടു എ ലോങ് പെൻസിൽ ലൈക്ക് ഹാൻഡിൽ. ഇവിടെ നിങ്ങൾക്ക് അറ്റാച്ച് ചെയ്ത് സർജിക്കൽ ബ്ലേഡ് ഇവിടെ അറ്റാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു പെൻസിൽ പോലെയുള്ള കാണപ്പെടുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണിത്. ഇത് എന്തിന് യൂസ് ചെയ്യുന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യം വരുന്നത്. സെർവിക്സ് ബയോപ്സി, സെർവിക്കൽ പഞ്ച് ബയോപ്സി ഫോർസെപ്സ് ആണെന്ന് പറയുന്നത്. അതായത് സെർവിക്കൽ ക്യാൻസർ ഡൗട്ടുള്ള പേഷ്യൻസിന് സെർവിക്കൽ ബയോപ്സി ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണിത്. ഇറ്റ്സ് എ ബയോപ്സി പഞ്ച് is a circular hollow blade attached to a long pencil like handle commonly used in cervix biopsy. നെക്സ്റ്റ് അടുത്തൊരു ഇൻസ്ട്രുമെൻ്റ് ആണ് ഇവിടെ കൊടുത്തത്, റൈറ്റ് ആംഗിൾ ഫോർസെപ്സ്. ഇതാണ് റൈറ്റ് ആംഗിൾ ഫോർസെപ്സ് എന്ന് പറയുന്നത്. റാച്ച്ഡ് അതിൻ്റെ ഗ്രിപ്പാണ് പറയുന്നത്. ഇവിടുത്തെ ഫിംഗർ റിംഗ് ഉള്ള ഫോർസെപ്സ് കോമൺലി യൂസ്ഡ് ഫോർ വർക്കിംഗ് ഇൻ ഒബ്സ്കേർഡ് സർജിക്കൽ സൈറ്റ്. most commonly frequently used for clamping, dissection, grasping the tissue. ക്ലാമ്പ് ചെയ്യാനും ഡിസെക്ഷൻ ചെയ്യാനും ടിഷ്യൂസ് ഗ്രാസ്പ് ചെയ്യാനും ഒക്കെ ഈ റൈറ്റ് ആംഗിൾ ഫോർസെപ്സ് യൂസ് ചെയ്യാറുണ്ട്. നെക്സ്റ്റ് നമ്മുടെ ആൻസർ ആയിട്ടുള്ള ടോൺസിൽ സ്നെയർ. ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ടോൺസിൽ സ്നെയർ എന്ന് പറയുന്നത് ടോൺസിലെക്ടമി ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ്. കോമൺലി യൂസ്ഡ് ഫോർ ടൂൾ ഇൻ ടോൺസിലെക്ടമി പ്രൊസീജിയേഴ്സ്. The wire loop snare is designed to encircle the affected tonsil for removal. ഏത് ടോൺസിലാണോ നമുക്കവിടെ റിമൂവ് ചെയ്യേണ്ടത് അതിന് സഹായിക്കുന്ന ഒരു സർക്കുലർ പാർട്ടാണ് ഇതിൻ്റെ ടിപ്പിൽ കാണപ്പെടുന്നത്. അതിനെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻസർക്കിൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് ഈ ടോൺസിൽ സ്നെയർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഓപ്ഷൻ ഡി, യാങ്കർ ടോൺസിൽ ടിപ്പ് എന്ന്. അതായത് ഇതാണ് യാങ്കർ ടോൺസിൽ ടിപ്പ് എന്ന് പറയുന്നത്. ഇത് യൂഷ്വലി ഓറൽ സക്ഷനിങ് ടൂളായിട്ട് യൂസ് ചെയ്യാറുണ്ട്. ടിപ്പിക്കലി ഫേം പ്ലാസ്റ്റിക് സക്ഷൻ ടിപ്പ് വിത്ത് ലാർജ് ഓപ്പണിംഗ് സറൗണ്ടഡ് ബൈ എ ബൾബസ് ഹെഡ് ആൻഡ് ഇറ്റ്സ് ഡിസൈൻ ടു അലോ എഫക്റ്റീവ് സക്ഷൻ വിത്തൗട്ട് ഡാമേജിങ് സറൗണ്ടിങ് ടിഷ്യൂസ് ഒന്നും ഡാമേജ് ചെയ്യാതെ തന്നെ ഓറോഫാരിഞ്ചൽ സെക്രീഷൻസ് ആസ്പിറേറ്റ്സ് സംഭവിക്കാതിരിക്കാൻ വേണ്ടി അത് സക്ഷൻ ചെയ്തെടുക്കാൻ ഉപയോഗിക്കുന്ന ഒരു ടിപ്പാണ്, അല്ലെങ്കിൽ യാങ്കർ ടോൺസിൽ ടിപ്പ് എന്നാണ് ഇതിനെ പറയുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത 8ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ടേം ഡിസ്ക്രൈബ്സ് എ ഫംഗൽ ഇൻഫെക്ഷൻ ഓഫ് ദ സ്കാൽപ്പ്? അതായത് നമ്മുടെ തലയിൽ സ്കാൽപ്പിൽ ഉണ്ടാകുന്ന ഫംഗൽ ഇൻഫെക്ഷനെ എന്ത് പറയുന്നു? ഈ ഓരോ ടേമും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോന്നും ഏത് ഏരിയയിലാണ് ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നതെന്ന് അറിഞ്ഞിരിക്കണം. ഇത് പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ എ ടീനിയ ക്യാപിറ്റിസ്, ഓപ്ഷൻ ബി ടീനിയ കോർപ്പോറിസ്, ഓപ്ഷൻ സി ടീനിയ ക്രൂറിസ്, ഓപ്ഷൻ ഡി ടീനിയ പീഡിസ്. ഏതാണ് കറക്റ്റ് ഓപ്ഷൻ? ഫംഗൽ ഇൻഫെക്ഷൻ ഇൻ സ്കാൽപ്പ്. കറക്റ്റ് ഓപ്ഷൻ എ ടീനിയ ക്യാപിറ്റിസ് ആണ്. ഓപ്ഷൻ എ ടീനിയ ക്യാപിറ്റിസ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. ടീനിയ ക്യാപിറ്റിസ് ഇസ് എ സൂപ്പർഫിഷ്യൽ ഫംഗൽ ഇൻഫെക്ഷൻ ഓഫ് ദ സ്കിൻ ഓഫ് സ്കാൽപ്പ്, ഐബ്രോ ആൻഡ് ഐ ലാഷസ് with a propensity for attacking hair shafts
ആൻഡ് ഫോളിക്കിൾ. നമ്മുടെ സ്കാൽപ്പിൽ ഇൻഫെക്ഷൻ, ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടാകുന്നു. അത് അവിടെ നിന്ന് ഐബ്രോസിലോട്ടും ഐലാഷസിലോട്ടും വരാം. ഹെയർ ഷാഫ്റ്റിലും ഹെയർ ഫോളിക്കിൾസിലും ഈ ഇൻഫെക്ഷൻ പടരാം. ദിസ് ഈസ് ടീനിയ ക്യാപിറ്റിസ്. കോമൺലി ഇത് ഒരു 3 വയസ്സ് മുതൽ 7 വയസ്സുള്ള കുട്ടികളിലും ഓൾഡ് ചിൽഡ്രനിലൊക്കെ കാണാറുണ്ട്. ട്രൈക്കോഫൈറ്റോണും അല്ലെങ്കിൽ മൈക്രോസ്പോറും ഒക്കെയാണ് ഇതിന് കാരണമായിട്ടുള്ളത്. അതങ്ങനെ അത്രത്തോളം ഡീറ്റെയിൽസ് ചോദിക്കാറില്ല. എവിടെയാണ് ഈ ഒരു ഇൻഫെക്ഷൻ, ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടാകുന്നത്, എന്ത് പേരാണ് പറയുന്നത്, അത്രയും നിങ്ങൾ പ്രധാനമായിട്ട് നോട്ട് ചെയ്യുക. നെക്സ്റ്റ് ടീനിയ കോർപ്പോറിസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സൂപ്പർഫിഷ്യൽ ഫംഗൽ ഇൻഫെക്ഷൻ ഓഫ് ദ ആംസ്, legs, especially glabrous skin. However, it may occur in any part of the body. നമ്മുടെ ശരീരത്തിൽ എവിടെ വേണമെങ്കിലും, യൂഷ്വലി കയ്യിലും കാലിലാണ് ഉണ്ടാകുന്നത്, എന്നാലും ഇത് എവിടെ വേണമെങ്കിലും ഉണ്ടാകാം. ഇനി ടീനിയ ക്രൂറിസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഫംഗൽ ഇൻഫെക്ഷൻ ഓഫ് ഗ്രോയിൻ റീജിയൻ, ജെനറ്റൽ റീജിയൻ അല്ലെങ്കിൽ ജെനിറ്റൽ റീജിയൻ. അവിടെ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ എന്ത് പറയുന്നു? ടീനിയ ക്രൂറിസ് എന്നാണ് പറയുന്നത്. ഇനി ടീനിയ പീഡിസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മറ്റൊരു പേരെന്താണ്? അത്ലറ്റ്സ് ഫൂട്ട് എന്ന് പറയാനുണ്ട്. അതായത് ഇറ്റ്സ് എ ഫംഗൽ ഇൻഫെക്ഷൻ ദാറ്റ് യൂഷ്വലി ബിഗിൻസ് ബിറ്റ്വീൻ ടോസ്. അതായത് അത്ലറ്റ്സ്, സ്പോർട്സ് പേഴ്സൺസ്, അവരുടെ കാലുകളിൽ കംപ്ലീറ്റ് നമ്മൾ ഒരു ദിവസം ഉപയോഗിക്കുന്ന സോക്സ് ആ ഒരു സോക്സ് അവിടെ എന്ത് ചെയ്യുന്നു, നമ്മളവിടെ വീണ്ടും ഷൂസും സോക്സും ഒക്കെ എന്ത് ചെയ്യുന്നു, വീണ്ടും റിപ്പീറ്റ് ചെയ്ത് യൂസ് ചെയ്യുമ്പോൾ കുട്ടികൾക്ക് അല്ലെങ്കിൽ കണ്ടിന്യൂസ് ടൈം ആ ഒരു സ്വെറ്റിംഗ് അവിടെ തങ്ങി നിൽക്കുന്നത് കാരണം കുട്ടികൾക്ക് ഇൻഫെക്ഷൻസ് ഉണ്ടാകാം. അങ്ങനെ ഉണ്ടാകുന്ന ഇൻഫെക്ഷനാണ് എന്ത്, ഫംഗൽ ഇൻഫെക്ഷൻ എന്ത് പറയുന്നു? ടീനിയ പീഡിസ് അല്ലെങ്കിൽ അത്ലറ്റ്സ് ഫൂട്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും നോട്ട് ചെയ്ത് പഠിക്കുക, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. നെക്സ്റ്റ് 9ാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? കാറ്റ് ഗട്ട്, അതായത് സ്യൂച്ചർ. നമ്മുടെ മെഡിക്കൽ സർജിക്കൽ നഴ്സിംഗിൽ നമ്മൾ പഠിക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് സ്യൂച്ചർ ആൻഡ് സ്യൂച്ചർ മെറ്റീരിയൽസ്. അതിൽ ഒരു ടൈപ്പ് സ്യൂച്ചർ മെറ്റീരിയൽ കാറ്റ് ഗട്ട് എന്ന് പറയുന്നത്. കാറ്റ് ഗട്ട് എന്തിലാണ് പ്രിസർവ് ചെയ്യുന്നത്? ഗ്ലൂട്രാൽഡിഹൈഡിലാണോ, ഐസോപ്രൊപ്പൈൽ ആൽക്കഹോളിലാണോ, അയഡിനാണോ, ഫോർമാൽഡിഹൈഡാണോ? അപ്പോൾ നമ്മൾ ഈ ഒരു സ്യൂച്ചർ മെറ്റീരിയൽസ് പഠിക്കുന്നതിനൊപ്പം ഇവിടെ ഒരു പ്രിസർവേഷൻ പറയുമ്പോൾ അവിടെ വരുന്ന നമ്മുടെ ഡിസിൻഫെക്ഷൻസ്, സ്റ്റെറിലൈസേഷൻ ആൻഡ് ഡിസിൻഫെക്ഷൻ എന്നുള്ള ടോപ്പിക്കിൽ കൂടെ കണക്ട് ചെയ്ത് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് നമ്മുടെ മൈക്രോബയോളജിയിലുള്ള സ്റ്റെറിലൈസേഷൻ, ഡിസിൻഫെക്ഷൻ. അപ്പോൾ അതും കൂടെ ഒന്ന് നന്നായിട്ട് പഠിക്കുക. ഏതൊക്കെ മെത്തേഡുകളുണ്ട്? ഹോട്ട് എയർ ഓവൻ, ഓട്ടോക്ലേവ്, ഫിൽട്രേഷൻസ്, ടിൻഡലൈസേഷൻ, പോസ്റ്ററൈസേഷൻ, എല്ലാ മെത്തേഡുകളും അത് ഓരോന്നിലും ഓരോ കെമിക്കൽസിലും എന്തൊക്കെയാണ് നമുക്ക് പ്രിസർവ് ചെയ്യാൻ അല്ലെങ്കിൽ ക്ലീൻ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അതെല്ലാം ഒന്ന് നോട്ട് ചെയ്ത് പഠിക്കാം. ഇവിടെ കാറ്റ് ഗട്ട് ഏതിലാണ് പ്രിസർവ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ ബി ഐസോപ്രൊപ്പൈൽ ആൽക്കഹോളിലാണ്. കാറ്റ് ഗട്ട് ഈസ് പ്രിസർവ്ഡ് ഇൻ ആൽക്കഹോൾ സൊല്യൂഷൻ ദാറ്റ് മേ ബി എത്തനോൾ ഓർ ഐസോപ്രൊപ്പനോൾ ഓർ ഐസോപ്രൊപ്പൈൽ ആൽക്കഹോൾ. ഏതെങ്കിലും ഒരു ആൽക്കഹോൾ കണ്ടന്റിലാണത് പാക്ക് ചെയ്യുന്നത്. ടു റിറ്റെയിൻ ദെയർ ഫ്ലെക്സിബിലിറ്റി. എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ പാക്ക് ചെയ്യുന്നത്? അതിൻ്റെ ഫ്ലെക്സിബിലിറ്റി, ആ ഒരു മടങ്ങാനും ചുളുങ്ങാനും ഒക്കെ ഉള്ള ആ ഒരു ഫ്ലെക്സിബിലിറ്റി നിലനിർത്താനും, അതുപോലെ തന്നെ എന്ത് ചെയ്യാനാണ്? പാക്കേജസ് ആർ സ്റ്റെറിലൈസ്ഡ് ബൈ എയ്തർ CO60 ഗാമ ഇറേഡിയേഷൻ ഓർ എത്തിലീൻ ഓക്സൈഡ്. കാറ്റ് ഗട്ട് സ്യൂച്ചർ എങ്ങനെയാണ് നമ്മൾ പാക്ക് ചെയ്യുന്നത്? ആൽക്കഹോൾ സൊല്യൂഷനിലാണ്. അത് ഫ്ലെക്സിബിലിറ്റി നിലനിർത്തുന്നു, ഒപ്പം തന്നെ അതിനൊരു ഗാമ ഇറേഡിയേഷൻ അല്ലെങ്കിൽ എത്തിലീൻ ഓക്സൈഡിലും സ്റ്റെറിലൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം കാറ്റ് ഗട്ടിനെ കുറിച്ചുള്ള മറ്റു ഫീച്ചേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് വായിച്ച് നോക്കാവുന്നതാണ് കേട്ടോ. എന്തിന് യൂസ് ചെയ്യുക, കളർ ഏതാണ്, എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. സർജിക്കൽ ഗട്ട് സ്യൂച്ചർ ഇൻഡിക്കേറ്റിംഗ് യൂസ് ഫോർ ജനറൽ സോഫ്റ്റ് ടിഷ്യൂസിന് വേണ്ടിയിട്ടും, അതുപോലെ ഒഫ്താൽമിക് പ്രൊസീജിയേഴ്സിന് വേണ്ടിയിട്ടും, കാർഡിയോവാസ്കുലർ ഡിസീസ് അല്ലെങ്കിൽ സർജറിക്ക് വേണ്ടിയിട്ടും, ന്യൂറോളജിക്കൽ ടിഷ്യൂസിലൊക്കെയാണ് നമ്മൾ കാറ്റ് ഗട്ട് യൂസ് ചെയ്യുന്നത്. അതും കംപ്ലീറ്റ്ലി അബ്സോർബബിൾ ആണ്. ഓക്കെ, വിത്തിൻ 60 to 90 ഡേയ്സിൽ അവിടെ എന്ത് ചെയ്യുന്നു? കംപ്ലീറ്റ്ലി അത് നമ്മുടെ ശരീരത്തിൽ തന്നെ എന്ത് ചെയ്യുന്നു? അബ്സോർബ് ചെയ്യുകയും ചെയ്യുന്നു. ഓക്കെ, ഇത് പ്രധാനമായിട്ടും ഇത് മാത്രമല്ല പലതരത്തിലുള്ള സ്യൂച്ചേഴ്സ് ഏതൊക്കെയാണ്, അതിൻ്റെ പല ടൈപ്സ് എന്തൊക്കെയാണ്, ഏതൊക്കെ ടൈപ്പിലുള്ള സ്യൂച്ചർ മെറ്റീരിയൽസ് ഉണ്ട്, അതെങ്ങനെയാണ് സൂക്ഷിക്കുന്നത്, അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കണക്ട് ചെയ്ത് ചോദിക്കാം. ഒന്ന് നോക്കി വയ്ക്കാം. അപ്പോൾ ഇവിടെ ഞാൻ കുറച്ച് ഡീറ്റെയിൽസ് അതിൻ്റെ ക്ലാസിഫിക്കേഷൻ, അബ്സോർബബിളും നോൺ അബ്സോർബബിളും ഏതൊക്കെയാണ്. നമ്മുടെ സ്യൂച്ചർ മെറ്റീരിയൽ പ്ലെയിൻ കാറ്റ് ഗട്ട് അബ്സോർബബിൾ ആണ്, ക്രോണിക് കാറ്റ് ഗട്ട് അബ്സോർബബിൾ ആണ്, വിക്രൈൽ അബ്സോർബബിൾ ആണ്, ഡെക്സോൺ, മോണോക്രൈൽ ഇതെല്ലാം ശരീരത്തിൽ ഡയറക്റ്റ്ലി അബ്സോർബ് ചെയ്യുന്നതാണ്. എന്നാൽ സിൽക്ക്, പോളിപ്രൊപ്പിലിൻ, പോളി എത്തിലിൻ, അതുപോലെ കോട്ടൺ, ലിനൻ, നൈലോൺ ഇങ്ങനെയുള്ള സ്യൂച്ചർ മെറ്റീരിയൽസ് ഒന്നും ശരീരത്തിൽ അബ്സോർബ് ചെയ്യില്ല. അതെല്ലാം നോൺ അബ്സോർബബിൾ ആണ്. നെക്സ്റ്റ് 10ാമത്തെ ക്വസ്റ്റ്യൻ, ദ നഴ്സ് ഷുഡ് യൂസ് വിച്ച് ഓഫ് ദി ഫോളോയിങ് ടെക്നിക് ടെസ്റ്റ്
to assess peripheral response to pain of an unconscious patient during the motor and sensory function test. ഒരു അൺകോൺഷ്യസ് പേഷ്യൻറ്റിൻ്റെ പെരിഫറൽ റെസ്പോൺസ്, വേദനയോട് പേഷ്യൻ്റെ പെരിഫറൽ റെസ്പോൺസ് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി നമ്മൾ ചെക്ക് ചെയ്യാണ്. അപ്പോൾ അവിടെ എന്ത് ടെസ്റ്റാണ് ചെയ്യുന്നത്? മോട്ടോർ ഫംഗ്ഷൻ ടെസ്റ്റും സെൻസറി ഫംഗ്ഷൻ ടെസ്റ്റും നമ്മൾ ചെയ്യുന്നുണ്ട്. അവിടെ ഏത് മെത്തേഡാണ് നമ്മളവിടെ യൂസ് ചെയ്യുക, ഏത് ടെക്നിക്കാണ് അവിടെ യൂസ് ചെയ്യുന്നത്? ഓപ്ഷൻസ് ഏതൊക്കെയാണ് പറയുന്നത്? ഓപ്ഷൻ എ നെയിൽ ബെഡ് പ്രഷർ കൊടുക്കാം, ഓപ്ഷൻ ബി സ്ക്യൂസിങ് ഓഫ് ദ സ്റ്റേർണോക്ലീഡോമാസ്റ്റോയിഡ് മസിൽസ് കൊടുക്കാം, ഓപ്ഷൻ സി സ്റ്റേർണൽ റബ്ബ് കൊടുക്കാം, ഓപ്ഷൻ ഡി പ്രഷർ ഓൺ ദ ഓർബിറ്റൽ റിം കൊടുക്കാം. ഇതിലേതായിരിക്കും നമ്മളവിടെ കൊടുക്കുക? സാധാരണ മോസ്റ്റ് അക്സെപ്റ്റബിൾ ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറഞ്ഞാൽ നെയിൽ ബെഡ് പ്രഷറാണ്. നമ്മുടെ കൈയിൻ്റെ നഖത്തിൻ്റെ അവിടെ നെയിൽ ബെഡിൻ്റെ ഏരിയയിൽ എന്ത് ചെയ്യുന്നു? പ്രഷർ കൊടുക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ടു അസസ് ബേസിക് മോട്ടോർ ആൻഡ് സെൻസറി പെരിഫറൽ റെസ്പോൺസ്. നെയിൽ ബെഡ് പ്രഷർ ടെസ്റ്റ് ബേസിക് മോട്ടോർ ആൻഡ് സെൻസറി പെരിഫറൽ റെസ്പോൺസ്. സെറിബ്രൽ റെസ്പോൺസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അവിടെയാണ് നമ്മൾ സ്റ്റേർണൽ റിബ്, നമ്മുടെ ബ്രെയിനിൻ്റെ പെരിഫറൽ റെസ്പോൺസ് ആണെങ്കിൽ നമ്മൾ നെയിൽ ബെഡിൽ പ്രഷർ കൊടുക്കുമ്പോൾ നമ്മുടെ സെറിബ്രൽ റെസ്പോൺസ്, പെയിൻ വേദനയ്ക്ക് സെറിബ്രൽ എങ്ങനെയാണ് റെസ്പോൺസ് ചെയ്യുന്നത്, ബ്രെയിൻ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നതെന്ന് അറിയാൻ സ്റ്റേർണൽ റബ്ബ് കൊടുക്കാം. അതുപോലെ പ്ലേസിങ് അപ്വേർഡ് പ്രഷർ ഓൺ ദ ഓർബിറ്റൽ റിം കൊടുക്കാം. അതുപോലെ അല്ലെങ്കിൽ സ്ക്യൂസിങ് ഇൻ ദ ക്ലാവിക്കിൾ അല്ലെങ്കിൽ സ്റ്റേർണോക്ലീഡോമാസ്റ്റോയിഡ് മസിൽസ് ഒക്കെ നമ്മുടെ ബ്രെയിനിൻ്റെ റെസ്പോൺസ് എങ്ങനെയാണെന്ന് അറിയാനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതും നോട്ട് ചെയ്യാം. നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഈ കഴിഞ്ഞ 3 ക്ലാസ്സിലും ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തതെല്ലാം മെഡിക്കൽ സർജിക്കൽ നഴ്സിംഗിലെ ക്വസ്റ്റ്യൻസ് ആണ്. ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് OBGയുടെ ക്വസ്റ്റ്യൻസ് നോക്കാം. ഒബ്സ്റ്റട്രിക്സ് ആൻഡ് ഗൈനക്കോളജി. ഓക്കെ, അപ്പോൾ ഇവിടെ പ്രഗ്നന്റ് ഫീമെയിൽ അറ്റ് 22 weeks ഓഫ് കം ഫോർ ആന്റിനേറ്റൽ വിസിറ്റ്. ഓക്കെ, on routine checkup her hemoglobin is 11.6 gram percentage. Her pre-pregnancy hemoglobin, it was 12.6. The nurse advises her the following as per Anemia Mukt Bharat program. നമുക്ക് ഒരുപാട് നാഷണൽ പ്രോഗ്രാംസ് ഉണ്ട്. അതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. കമ്മ്യൂണിറ്റിയിലുള്ള നാഷണൽ ന്യൂട്രീഷണൽ പ്രോഗ്രാംസ്, നാഷണൽ കമ്മ്യൂണിക്കബിൾ ഡിസീസ് പ്രിവെൻഷൻ പ്രോഗ്രാംസ്, അതെല്ലാം അറിഞ്ഞിരിക്കണം. ഓരോ ഡിസീസും അതിൻ്റെ പ്രോട്ടോകോൾസും അതിൻ്റെ അഡ്വൈസസും ഒക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇവിടെ അനീമിയ മുക്ത് ഭാരത് പ്രോഗ്രാം പ്രകാരം ഒരു ആൻറ്റിനേറ്റൽ മദർ എത്ര ഡോസ് അയണും ഫോളിക് ആസിഡും കഴിക്കണം എന്നുള്ളതാണ് പറയുന്നത്. അതിന് മുന്നേ ഒരു സ്റ്റോറി ഇവിടെ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇത്ര മാത്രമേ ആക്ച്വലി ഇവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ. അനീമിയ മുക്ത് ഭാരത് പ്രോഗ്രാമിൽ അയൺ എത്ര, ഫോളിക് ആസിഡ് 22 ആഴ്ചയുള്ള അമ്മ, 22 ആഴ്ച ഉണ്ടായിരുന്ന അമ്മയ്ക്ക് പ്രഗ്നൻ്റ് ആകുന്നതിന് മുന്നേ തന്നെ 12.6 gram percentage ഉണ്ടായിരുന്നു HB. അതിപ്പോൾ കുറഞ്ഞ് 11.6 ആയി എങ്കിൽ എത്ര അയണും എത്ര ഫോളിക് ആസിഡ് കൊടുക്കണം? ഓപ്ഷൻ എ ഒരു ടാബ് 60 mg അയണിൻ്റെ ഒരു ടാബും 500 മൈക്രോഗ്രാമിൻ്റെ ഫോളിക് ആസിഡുമാണോ കൊടുക്കേണ്ടത്? 2 tabs ഓഫ് 60 mg അയണും 500 മൈക്രോഗ്രാം ഫോളിക് ആസിഡുമാണോ? 1 tab 100 mg അയണും 500 മൈക്രോഗ്രാം ഫോളിക് ആസിഡുമാണോ? 2 tabs ഓഫ് 100 mg അയണും 500 മൈക്രോഗ്രാം ഫോളിക് ആസിഡും. അപ്പോൾ എല്ലാ ഓപ്ഷനിലും 500 മൈക്രോഗ്രാം ഫോളിക് ആസിഡ് ഉണ്ട്. ഇനി അയൺ എത്രയാണ്, അത് ഒരു ടാബാണോ 2 ടാബാണോ എന്നുള്ളത് മാത്രം അറിഞ്ഞാൽ മതി. കറക്റ്റ് ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ എ 1 tab ഓഫ് 60 mg അയൺ ആൻഡ് 500 മൈക്രോഗ്രാം ഓഫ് ഫോളിക് ആസിഡ്. അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ അനീമിയ മുക്ത പ്രോഗ്രാം വഴി പേഷ്യൻ്റ് എന്ത് കൊടുക്കണം? 60 mg അയണിൻ്റെ പിന്നെ ഫോളിക് ആസിഡ് 500 മൈക്രോഗ്രാം. ഇഫ് എ ഫീമെയിൽ ഹീമോഗ്ലോബിൻ ഡ്രോപ്സ് but remains above 11 gram percentage, it means she has physiological anemia of pregnancy. എന്താണ് ഫിസിയോളജിക്കൽ അനീമിയ എന്ന് പറയുന്നത്? നോർമലി ഒരു അമ്മ പ്രഗ്നൻ്റ് അല്ലാതിരിക്കുമ്പോൾ അവിടെ നോർമൽ HB ഉണ്ടായിരുന്നു, നോർമൽ അനീമിയ ഒന്നുമില്ലാതെ സേഫായിരുന്നു. എന്നാൽ അമ്മ പ്രഗ്നൻ്റ് ആകുമ്പോൾ അമ്മയുടെ ശരീരത്തിലെ ബ്ലഡ് എന്ന് പറയുന്നത് അവിടെ അതിൻ്റെ ക്വാളിറ്റി കൂടും, ക്വാണ്ടിറ്റി കൂടും, വോളിയം കൂടും. കാരണം കുഞ്ഞിനും കൂടെയുള്ള ബ്ലഡ് അമ്മയുടെ ശരീരത്തിലൂടെ ഒഴുകണം. അങ്ങനെ വരുമ്പോൾ സർക്കുലേറ്ററി വോളിയം അവിടെ കൂടുമ്പോൾ അതിനനുസരിച്ച് അതിലുള്ള കണ്ടന്റുകളും അവിടെ കൂടണം. അത് കൂടാതെ വന്നു കഴിഞ്ഞാൽ പേഷ്യൻ്റ് എന്ത് ചെയ്യും? ആ വ്യക്തി എന്ത് ചെയ്യും? അനീമിക് സ്റ്റേറ്റിലോട്ട് പോകും. ഇങ്ങനെ ശരീരത്തിൽ ശാരീരികമായിട്ട് ഫിസിയോളജിക്കലി ഉണ്ടായ പ്രഗ്നൻസി എന്നുള്ള ചേഞ്ചിനനുസരിച്ച് ഉണ്ടാകുന്ന അനീമിയയാണ് ഫിസിയോളജിക്കൽ അനീമിയ എന്ന് പറയുന്നത്. അങ്ങനെ ഫിസിയോളജിക്കൽ അനീമിയുള്ള പേഷ്യൻറ്റിന് നമ്മൾ എന്താ കൊടുക്കേണ്ടത്? ഒരു അയണും ഫോളിക് ആസിഡും അടങ്ങിയ ടാബ്ലറ്റ് പെർ ഡേ
4th month ഓഫ് പ്രഗ്നൻസിയിൽ സ്റ്റാർട്ട് ചെയ്യണം. അതായത് 180 ദിവസത്തേക്ക് നമ്മൾ കൊടുക്കണം. ത്രൂ ഔട്ട് പ്രഗ്നൻസി ഫോർ 180 days ആഫ്റ്റർ ദാറ്റ്. അതായത് പ്രഗ്നൻസിയിൽ 180 ദിവസം കഴിഞ്ഞ് 4 മാസം കഴിഞ്ഞ് എന്ത് ചെയ്യണം, നമ്മളവിടെ സ്റ്റാർട്ട് ചെയ്യണം. ഈച്ച് ടാബ്ലറ്റ്സ് കണ്ടെയ്ൻസ് 60 mg എലമെന്റൽ അയണും 500 മൈക്രോഗ്രാം ഫോളിക് ആസിഡും അവിടെ ഉണ്ടാകണം. എന്നാൽ പാത്തോളജിക്കൽ ജോണ്ടിസ് ആകുമ്പോൾ അവിടെ എന്ത് ചെയ്യണം, 2 ടാബ്ലറ്റ് അവിടെ കൊടുക്കണം. HB ലെസ് ദാൻ 11 grams ആണെങ്കിൽ അത് പെത്തോളജിക്കൽ അനീമിയയാണ്, ജോണ്ടിസ് അല്ല, പെത്തോളജിക്കൽ അനീമിയാണ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ അവിടെ എന്ത് ചെയ്യണം, ഇതിൻ്റെ 2 ടാബ്ലറ്റ്സ് അവിടെ പെർ ഡേ അഡ്മിനിസ്റ്റർ ചെയ്യണം. ഓക്കെ, അത് മനസ്സിലായല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ ലിയോപോൾഡ് മാന്യൂർ ഷോൺ ഇൻ ദിസ് ഫിഗർ. ഈ ഒരു പിക്ചറിൽ കാണാൻ, അതായത് കുഞ്ഞിൻ്റെ പൊസിഷൻ, ലൊക്കേഷൻ കറക്റ്റ് ആണോ എന്നറിയാൻ ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് ഈ മാന്യൂർ ടെസ്റ്റ് എന്ന് പറയുന്നത്, അല്ലേ? അതിൽ ഫസ്റ്റ് മാന്യൂർ എന്താണ്, സെക്കൻഡ് മാന്യൂർ എന്താണ്, തേർഡ് മാന്യൂർ എന്താണ്, ഫോർത്ത് മാന്യൂർ എന്താണ്, അതിന് ഓരോരോ പേരുകളുണ്ട്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഈ ഒരു പിക്ചറിൽ ഏത് തരം മാന്യൂർ അല്ലെങ്കിൽ ലിയോപോൾഡ് മാന്യൂർ ആണോ, ഇതിൽ ഏത് മാന്യൂർ ആണ് ലിയോപോൾഡ് മാന്യൂർ എന്ന് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ആണോ, സെക്കൻഡ് ആണോ, തേർഡ് ആണോ, ഫോർത്ത് ആണോ? കറക്റ്റ് ഓപ്ഷൻ സി, ലിയോപോൾഡ് മാന്യൂർ എന്ന് പറയുന്നത് തേർഡ് മാന്യൂർ ആണ്. ഓക്കെ, ഇവിടെ ലിയോപോൾഡ് മാന്യൂസ് എല്ലാ ടൈപ്സും കൂടെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഫണ്ടൽ ഗ്രിപ്പാണ്, സെക്കൻഡ് എന്ന് പറയുന്നത് അംബ്ലിക്കൽ ഗ്രിപ്പാണ്, തേർഡ് എന്ന് പറയുന്നത് പോളിക് ഗ്രിപ്പാണ്, ഫോർത്ത് എന്ന് പറയുന്നത് പെൽവിക് ഗ്രിപ്പാണ്. അങ്ങനെ 4 ടൈപ്പ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ കാണിച്ചിരിക്കുന്ന ഏത് ടൈപ്പാണ്? ഇവിടെ ഫണ്ടൽ ഗ്രിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഫണ്ടസിന്റെ ഗ്രിപ്പ് ഇവിടെ ഇങ്ങനെ ചെക്ക് ചെയ്യുന്നത്. കറക്റ്റ് അത് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഫീറ്റൽ ഫാറ്റ് ഒക്യുപ്പൈസ് ദ ഫണ്ടസ്, അതായത് അമ്മയുടെ യൂട്രസിന്റെ ഫണ്ടസിൽ കുഞ്ഞിന്റെ ഹെഡ് ആണോ, അതോ ബട്ടക്സ് ആണോ, അതോ ലാറ്ററൽ പൊസിഷൻ ആണോ, സെഫാലിക് പ്രസന്റേഷൻ ആണോ, ബ്രീച്ച് ആണോ, ട്രാൻസ്വേഴ്സ് ലൈ ആണോ, ഏതാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫണ്ടൽ ഗ്രിപ്പ് ചെയ്ത് നോക്കുന്നത്. അപ്പോൾ ഇവിടെ ഇതാണ് അമ്മയുടെ ഹെഡിന്റെ റീജിയൻ. അപ്പോൾ ഇവിടെ കുഞ്ഞിന്റെ ഏറ്റവും മുകൾ ഭാഗം, അവിടെ വേണ്ട ഈ ഒരു മുകൾ ഭാഗം നമ്മൾ എന്ത് ചെയ്യുന്നു, പാൽപ്പേറ്റ് ചെയ്ത്, ഗ്രിപ്പ് നമ്മൾ കൈ കൊണ്ട് പാൽപ്പേറ്റ് ചെയ്ത് നോക്കുന്നു, പ്രസ് ചെയ്ത് നോക്കുന്നു. ഇതാണ് ഫസ്റ്റ് ലിയോപോൾഡ് മാന്യൂർ എന്ന് പറയുന്നത്. അതിനെ പറയുന്ന പേര് ഫണ്ടൽ ഗ്രിപ്പ് എന്നാണ്. അപ്പോൾ നമ്മളവിടെ ഹെഡ് ആണോ മുകളിലുള്ളത്, ബ്രീച്ച് ആണോ, ബട്ടക്സ് ആണോ, അത് കുഞ്ഞിങ്ങനെ ചെരിഞ്ഞ് ട്രാൻസ്വേഴ്സ് ലൈലാണോ, ലാറ്ററൽ നമ്മുടെ സ്പൈനൽ കോഡിന്റെ ഭാഗം വെർട്ടിബ്രൽ കോളമാണോ, എന്താണ് അവിടെ കിട്ടുന്നത്, പാൽപ്പേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത്, അത് നമ്മളവിടെ നോട്ട് ചെയ്യും. ഇനി രണ്ടാമത്തത് അംബ്ലിക്കൽ ഗ്രിപ്പ് എന്ന് പറയുന്നത്, ഇവിടെ അംബ്ലിക്കസിന്റെ ഈ ഭാഗത്ത് നോക്കുന്നതാണ് അംബ്ലിക്കൽ ഗ്രിപ്പ്. ടു ഡിറ്റർമിൻ വിച്ച് മെറ്റേണൽ സൈഡ് ഡസ് ദ ഫീറ്റൽ ബാക്ക് ഈസ് ലൊക്കേറ്റഡ്, കുഞ്ഞിന്റെ ബാക്ക് സൈഡ്, അതായത് നമ്മുടെ വെർട്ടിബ്രൽ കോളം കുഞ്ഞിൻ്റെ ഏത് ഭാഗത്താണ് കാണപ്പെടുന്നത്. എന്തിനാണ് നമ്മൾ അതങ്ങനെ ചെക്ക് ചെയ്യുന്നത്? കുഞ്ഞിൻ്റെ ഹാർട്ട് സൗണ്ട് നമുക്ക് ഓസ്കൾട്ടേറ്റ് ചെയ്യണമെങ്കിൽ ഈ ഫണ്ടൽ ഗ്രിപ്പ് നോക്കി കുഞ്ഞിൻ്റെ ബാക്ക് സൈഡ് ഏത് സൈഡിലാണ് വരുന്നത് നമ്മൾ അറിയണം. റൈറ്റ് സൈഡിലാണോ ലെഫ്റ്റ് സൈഡിലാണോ? ഇതിനെ നമ്മൾക്ക് 2 പേരിൽ പറയാം. സെക്കൻഡ് ലിയോപോൾഡ് മാന്യൂർ ആണ് ലാറ്ററൽ ഗ്രിപ്പ് എന്നോ അല്ലെങ്കിൽ അംബ്ലിക്കൽ ഗ്രിപ്പ് എന്നോ പറയാറുണ്ട്. നെക്സ്റ്റ് അടുത്തുള്ളതാണ് പോളിക് ഗ്രിപ്പ്. എന്താണ് പോളിക് ഗ്രിപ്പ് എന്ന് പറയുന്നത്? എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ടു ഇവാലുവേറ്റ് പ്രസന്റിംഗ് പാർട്ട് ഇൻഡോ പെൽവിസ് ആൻഡ് എൻഗേജ്മെന്റ്. അതായത് നമ്മുടെ ഈ ഒരു പിക്ചർ കണ്ടോ, ഇതാണ് നമ്മുടെ നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ കണ്ട അതേ ഈ പ്രസന്റിംഗ് പാർട്ട് ലോവർ എൻഡിൽ നമ്മുടെ പെൽവിസിനുള്ളിലോട്ട് കുഞ്ഞിന്റെ ഏത് ശരീരഭാഗമാണ് വന്നിരിക്കുന്നത്, അത് ഹെഡ് ആണോ ബട്ടക്സ് ആണോ എന്നുള്ളത് അറിയാനാണ് നമ്മൾ പോളിക് ഗ്രിപ്പ് ചെയ്യുന്നത്. ഇതാണ് തേർഡ് ലിയോപോൾഡ് മാന്യൂർ എന്ന് പറയുന്നത്. മറ്റൊരു പേരെന്താണ്? പോളിക് ഗ്രിപ്പ്. നെക്സ്റ്റ് 4ാമത്തതാണ് പെൽവിക് ഗ്രിപ്പ് എന്ന് പറയുന്നത്. ടു കൺഫേം ദ പ്രസന്റിംഗ് പാർട്ട് ഓഫ് ദ ഫീറ്റസ് ആൻഡ് ഇറ്റ്സ് ഡിസെൻഡ് ഇൻ ടു ദ പെൽവിക്. അതായത് ഈ ഒരു കുഞ്ഞിന്റെ തലഭാഗം, ഹെഡ് നമ്മുടെ പെൽവിസിനുള്ളിലോട്ട്, അമ്മയുടെ പെൽവിസിനുള്ളിലോട്ട് എൻഗേജ്ഡ് ആയിട്ടുണ്ടോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 4th ലിയോപോൾഡ് മാന്യൂർ ചെയ്യുന്നത്. അതിന് എന്ത് പേര് പറയുന്നു? പെൽവിക് ഗ്രിപ്പ് എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണിത്. ഇതിൽ നിന്ന് പല പിക്ചർ തന്നിട്ട് ഏത് ഗ്രിപ്പാണെന്ന് ചോദിക്കാം. അതല്ലെങ്കിൽ പിക്ചർ തരാതെ തന്നെ ഫണ്ടൽ ഗ്രിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്നതിൽ ഏത് ഡെഫിനിഷൻ, അതായത് എങ്ങനെയാണ് ചെയ്യുന്നത്, ഫണ്ടസിലാണോ നോക്കുന്നത്, ലാറ്ററലാണോ നോക്കുന്നത്, അതോ നമ്മുടെ ഹെഡ് എൻഗേജ്മെൻ്റ് ആണോ നോക്കുന്നത്, ലാറ്ററലി ആണോ നോക്കുന്നത്, ഇങ്ങനെയൊക്കെ പല ടൈപ്പിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഓരോ ലിയോപോൾഡ് മാന്യൂറും എന്താണ് പേര്, എങ്ങനെ ചെയ്യുന്നു, എന്തിനു വേണ്ടി ചെയ്യുന്നു, ഇത്രയും നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. നെക്സ്റ്റ്, അപ്പോൾ അതിൻ്റെ കുറച്ചുകൂടി ദത്ത ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള പിക്ചറാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇത് ഫസ്റ്റ് ലിയോപോൾഡ് ആണ്. നെക്സ്റ്റ് സെക്കൻഡ് ഇതാണ് ലാറ്ററൽ, തേർഡ് നമ്മളിത് നോക്കുന്നു, ഫോർത്ത് നോക്കുന്നു. അപ്പോൾ 4 ഇത്. ഫസ്റ്റ് വൺ ഫണ്ടൽ ഗ്രിപ്പ്, സെക്കൻഡ് വൺ ലാറ്ററൽ ഗ്രിപ്പ് അല്ലെങ്കിൽ അംബ്ലിക്കൽ ഗ്രിപ്പ്, തേർഡ് വൺ പോളിക് ഗ്രിപ്പ്, ഫോർത്ത് വൺ പെൽവിക് ഗ്രിപ്പ്.
ഓക്കെ, നെക്സ്റ്റ് 13ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ട്രൂ സ്റ്റേറ്റ്മെന്റ് അബൌട്ട് സ്ക്രീനിങ് ഫോർ ഡയബറ്റീസ് ഇൻ പ്രഗ്നൻസി? പ്രഗ്നൻസിയിലുള്ള അല്ലെങ്കിൽ പ്രഗ്നൻ്റ് ആയിട്ടുള്ള അമ്മയ്ക്ക് ഡയബറ്റീസ് ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യുന്നത്? സ്ക്രീനിങ് ചെയ്യുന്നത് എപ്പോഴാണ്, എങ്ങനെയാണെന്നുള്ളത് അറിഞ്ഞിരിക്കണം. ഇറ്റ് ഈസ് ഡൺ, ഓപ്ഷൻസ് ആണ് വായിക്കുന്നത്. ഇറ്റ് ഈസ് ഡൺ ബിറ്റ്വീൻ 20 to 24 weeks of pregnancy. Option B, fasting is needed by patient. Option C, done with 100 gram of glucose. Option D, done in first antenatal visit. അതായത് അമ്മ ആദ്യമായിട്ട് ആന്റിനേറ്റൽ വിസിറ്റിന് വരുമ്പോൾ തന്നെ നമ്മൾ ഡയബറ്റീസിൻ്റെ ഇത് അസസ് ചെയ്യേണ്ട കാര്യമുണ്ടോ? അപ്പോൾ ഇതിലേതായിരിക്കും കറക്റ്റ് ഓപ്ഷൻ? അതായത് ഡയബറ്റീസ് ഉണ്ടെന്നല്ല, ഉണ്ടോ എന്ന് സ്ക്രീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴാണ് ചെയ്യേണ്ടത്? 20 ആഴ്ച വരെ വെയിറ്റ് ചെയ്യണമോ? ഫാസ്റ്റിംഗ് ആവശ്യമാണോ? 100 gram ഗ്ലൂക്കോസ് കൊടുക്കണമോ? അതോ ഫസ്റ്റ് ആന്റിനേറ്റൽ വിസിറ്റ് ചെയ്യണമോ? കറക്റ്റ് ഓപ്ഷൻ ഡി ആണ്. ഇറ്റ് ഷുഡ് ബി, അതായത് സ്ക്രീനിങ് ഫോർ ഡയബറ്റീസ് ഇൻ പ്രഗ്നൻസി ഷുഡ് ബി ഡൺ ഇൻ ദ ഫസ്റ്റ് ആന്റിനേറ്റൽ വിസിറ്റ്. ഇവിടെ നോക്കൂ, എ യൂണിവേഴ്സൽ സ്ക്രീനിങ് വിച്ച് ഇസ് സിമ്പിൾ, ഫീസിബിൾ, acceptable and a single step procedure is applicable in Indian scenario as Indian women have 11-fold increased risk of developing glucose tolerance during pregnancy. അതായത് മറ്റു രാജ്യത്തുള്ള സ്ത്രീകളെ കമ്പയർ ചെയ്താൽ നമ്മുടെ രാജ്യത്തുള്ള സ്ത്രീകൾക്കാണ് 11 മടങ്ങ് 11 times increased risk ആണ് to develop ഡയബറ്റീസ് മെൽറ്റസ് അല്ലെങ്കിൽ ജസ്റ്റേഷണൽ ഡയബറ്റീസ്, അല്ലേ? പ്രഗ്നൻസിയുടെ സമയത്ത് ഡയബറ്റീസ് ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ സ്ക്രീനിങ് നമ്മൾ ആദ്യത്തെ ആന്റിനേറ്റൽ വിസിറ്റിൽ തന്നെ നടപ്പിലാക്കണം. സോ DIPSI റെക്കമെൻഡ് എ സിംഗിൾ സ്റ്റെപ്പ് പ്രൊസീജിയർ ഇറസ്പെക്റ്റീവ് ഓഫ് ലാസ്റ്റ് മീൽ. ലാസ്റ്റ് ഫുഡ് എപ്പോൾ കഴിച്ചെന്ന് ഒന്നും നോക്കേണ്ട കാര്യമില്ല. ആദ്യത്തെ OPD വിസിറ്റ് അല്ലെങ്കിൽ ആന്റിനേറ്റൽ വിസിറ്റ് എപ്പോഴാണോ നടക്കുന്നത് അപ്പോൾ തന്നെ എന്ത് ചെയ്യുക? പേഷ്യൻറ്റിന് ഈ ഒരു സ്ക്രീനിങ് നടത്തുക. അതാണ് എൻ്റെ പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് 14th ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ഓൾ ഓഫ് ദ ഫോളോയിങ് ആർ നോർമൽ ഡ്യൂറിങ് പ്രഗ്നൻസി. ഈ പറയുന്ന എല്ലാം പ്രഗ്നൻസിയിൽ നോർമലാണ്. ഈ പറയുന്ന ഓപ്ഷൻസ് എല്ലാം കറക്റ്റാണ്, എന്നാൽ ഒന്നൊഴികെ. അത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇൻക്രീസ്ഡ് വിസ്കോസിറ്റി, സെക്കൻഡ് വൺ ഇൻക്രീസ്ഡ് ഗ്ലോബുലിൻ ലെവൽ, തേർഡ് വൺ ഡിക്രീസ്ഡ് ഹിമോഗ്ലോബിൻ കോൺസെൻട്രേഷൻ. ഓപ്ഷൻ ഡി, ഫോർത്ത് ഓപ്ഷൻ ഡിക്രീസ്ഡ് പെരിഫറൽ വാസ്കുലർ റെസിസ്റ്റൻസ്. അതായത് ഫിസിയോളജിക്കൽ ചേഞ്ചസ് ഡ്യൂറിങ് പ്രഗ്നൻസി എന്നൊരു ടോപ്പിക്ക് നമ്മൾ പഠിക്കുന്നുണ്ട്. ഒരു അമ്മ സാധാരണ ഇരിക്കുന്ന അവസ്ഥയിൽ നിന്നും ഒരുപാട് മാറ്റങ്ങൾ അമ്മ പ്രഗ്നൻ്റ് ആയി കഴിയുമ്പോൾ ശരീരത്തിൽ നടക്കുന്നുണ്ട്. ബ്ലഡിൻ്റെ വോളിയത്തിൽ, സ്കിന്നിൻ്റെ കളറിൽ, ഡൈജഷൻ പാറ്റേണിൽ, ഇമ്മ്യൂണിറ്റി പവറിൽ, അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നു. അതിൽ ആ ഫിസിയോളജിക്കൽ ചേഞ്ചസ് എല്ലാം തന്നെ നിങ്ങൾ പഠിച്ചിരിക്കണം. ഇവിടെ ഞാൻ കുറച്ചേ പറയുന്നുള്ളൂ, എന്നാൽ പോലും നിങ്ങൾ പഠിക്കുമ്പോൾ എല്ലാം പഠിക്കണം. ഏതിൽ നിന്ന് വേണമെങ്കിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഓപ്ഷൻസ് എ ഇൻക്രീസ്ഡ് വിസ്കോസിറ്റി ആണ് അവിടെ തെറ്റായിട്ടുള്ള ഓപ്ഷൻ. കാരണം സർക്കുലേറ്ററി വോളിയം അവിടെ കൂടുമ്പോൾ ബ്ലഡിൻ്റെ വിസ്കോസിറ്റി അവിടെ കുറയുകയാണ് ചെയ്യുന്നത്. നോർമലായിട്ട് പ്രഗ്നൻസിയുടെ സമയത്ത് സംഭവിക്കുന്ന എന്താണ്? ഡിക്രീസ് വിസ്കോസിറ്റിയാണ് സംഭവിക്കുന്നത്. ഗ്ലോബൽ ലെവൽ കൂടും, ഡിക്രീസ്ഡ് ഹീമോഗ്ലോബിൻ കോൺസെൻട്രേഷൻ ഉണ്ടാകും, ഡിക്രീസ്ഡ് പെരിഫറൽ വാസ്കുലർ റെസിസ്റ്റൻസും അവിടെ ഉണ്ടാകും. പക്ഷേ ഇൻക്രീസ്ഡ് വിസ്കോസിറ്റി അല്ല, പകരം ഡിക്രീസ്ഡ് വിസ്കോസിറ്റിയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെ കുറച്ച് പോയിന്റ്സ് ഇവിടെ ഞാൻ കൊടുത്തു, കുറച്ച് ചേഞ്ചസ് മാത്രമേ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത്ര മാത്രം പോരാ. ഗോ ടു DC ദത്ത ടെക്സ്റ്റ് ബുക്ക്, യു റീഡ് ഇറ്റ്. ഫിസിയോളജി ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഫിസിയോളജിക്കൽ ചേഞ്ചസ് ഡ്യൂറിങ് പ്രഗ്നൻസി. അല്ലെങ്കിൽ റീസെൻ്റ് ആയിട്ട് ഞാൻ എടുത്ത DME ഒരു റിവിഷൻ ക്ലാസ് ഉണ്ടായിരുന്നു, അതിലും ആ ക്ലാസ്സസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ്. കാരണം അവിടെ പറഞ്ഞ കാര്യങ്ങളും നഴ്സിംഗ് കണ്ടൻസ് തന്നെയാണ്. ഇവിടെ കുറച്ചുകൂടി ആപ്ലിക്കേഷൻ ലെവലിൽ ക്വസ്റ്റ്യൻസ് വരുന്നു എന്ന് വ്യത്യാസം മാത്രമേ ഉള്ളൂ. കണ്ടന്റ് എല്ലാം സെയിം ആണ്. അവിടെ ഞാൻ ഈ ഫിസിയോളജിക്കൽ ചേഞ്ചസിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, അത് കേട്ട് പഠിക്കാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ പ്രഗ്നൻസിയിൽ എന്തൊക്കെയാണ് മാറ്റം വരുന്നത്? ബോത്ത് പ്ലാസ്മ വോളിയം ആൻഡ് ബ്ലഡ് വോളിയം ഇൻക്രീസ്. ബ്ലഡിലുള്ള പ്ലാസ്മ വോളിയം കൂടുന്നു, ബ്ലഡ് വോളിയം ഇൻക്രീസ് ചെയ്യുന്നു. അങ്ങനെ പ്ലാസ്മ വോളിയം കൂടുമ്പോൾ, ബ്ലഡ് വോളിയത്തിനേക്കാൾ കൂടുതൽ പ്ലാസ്മ വോളിയം കൂടുമ്പോൾ അവിടെ ഹീമോ ഡയല്യൂഷനാണ് ഉണ്ടാകുന്നത്. അതായത് നമ്മൾ ഒരു ഗ്ലാസ്സിൽ കുറച്ച് പാലെടുത്ത് വെച്ചിട്ടുണ്ട്, അതിൽ കുറച്ച് വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ, അതായത് പ്ലാസ്മ ലെവൽ കൂടുന്നത് പോലെ കുറച്ച് വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ആ പാലിൻ്റെ തിക്നെസ് അവിടെ കുറയില്ലേ? അതുപോലെ തന്നെയാണ് ബ്ലഡിൻ്റെ വിസ്കോസിറ്റി അവിടെ ഡിക്രീസ് ചെയ്യും. പ്ലാസ്മ പ്രോട്ടീൻ മാസ് ഇൻക്രീസ് ഇൻ പ്രഗ്നൻസി ബട്ട് പ്ലാസ്മ പ്രോട്ടീൻ കോൺസെൻട്രേഷൻ decreases. Globulin increases during pregnancy, albumin decreases. WBC count increases in pregnancy, platelet count decreases.
നെക്സ്റ്റ് HB ഹിമോഗ്ലോബിൻ മാസ് ഇൻക്രീസസ് ഇൻ പ്രഗ്നൻസി ബട്ട് HB കോൺസെൻട്രേഷൻ ഡിക്രീസസ്. കാർഡിയാക് ഔട്ട്പുട്ട്, ഹാർട്ട് റേറ്റ്, സ്ട്രോക്ക് വോളിയം ഇൻക്രീസ് ചെയ്യുന്നു, എന്നാൽ പെരിഫറൽ വാസ്കുലർ റെസിസ്റ്റൻസ് ഡിക്രീസ് ചെയ്യുന്നു. പ്രധാനമായിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓരോ പോയിന്റ് നിങ്ങൾ നോട്ട് എഴുതി പഠിക്കണം. അപ്പോൾ ഇവിടെ അത്യാവശ്യം കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. പ്ലാസ്മ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഒന്നുകൂടെ ഇവിടെ കൊടുത്തിട്ടുള്ളൂ ഉള്ളൂ. ചിലപ്പോൾ അഡീഷണൽ പോയിന്റ്സ് കൂടെ നിങ്ങൾക്ക് കിട്ടും, ഒന്നുകൂടെ വായിക്കാം. നെക്സ്റ്റ് 15th question. A 12 weeks pregnant female whose BP was 140/90 mmHg. Suddenly 22 weeks of pregnancy has BP increases to 160/110 mmHg with +1 proteinuria. അതായത് നമ്മുടെ പ്രസൻസ് ഓഫ് പ്രോട്ടീൻ ഇൻ ദ യൂറിൻ, അതിനെയാണ് പ്രോട്ടീൻയൂറിയ എന്ന് പറയുന്നത്. അതിൽ തന്നെ നമ്മൾ ഗ്രേഡിംഗ് നടത്താറുണ്ട്. അതിൽ +1 ആണ് കാണിക്കുന്നത്. 12 ആഴ്ചയായിരുന്നു 140/90 ആയിരുന്നു. 22 ആഴ്ചയായപ്പോൾ അത് വീണ്ടും BP കുറച്ചുകൂടെ കൂടി. ഹൈപ്പർ ടെൻഷൻ, അതിൽ പ്രോട്ടീനൂറിയം കണ്ടു കഴിഞ്ഞാൽ ഇത് ഏത് തരം ഡയഗ്നോസിസ്, എന്ത് കണ്ടീഷൻ എന്നാണ് ഇതിനെ പറയുന്നത്? സിവിയർ പ്രീ എക്ലാംഷ്യ എന്നാണോ, ക്രോണിക് ഹൈപ്പർ ടെൻഷൻ വിത്ത് സൂപ്പർ ഇമ്പോസ്ഡ് പ്രീ എക്ലാംഷ്യ എന്നാണോ, ജസ്റ്റേഷണൽ ഹൈപ്പർ ടെൻഷൻ എന്നാണോ, മൈൽഡ് പ്രീ എക്ലാംഷ്യ എന്നാണോ പറയുന്നത്? കറക്റ്റ് ഓപ്ഷൻ ബി, ക്രോണിക് ഹൈപ്പർ ടെൻഷൻ വിത്ത് സൂപ്പർ ഇമ്പോസ്ഡ് പ്രീ എക്ലാംഷ്യ. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്? ഇതിന് ഒരു ഗ്രേഡിംഗ് തന്നെ നമുക്കുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ബുക്കിനകത്ത് നോക്കി പഠിക്കണം. ദിസ് ഫീമെയിൽ ഹാഡ് ഹൈ BP 140/90. അതായത് 12 ആഴ്ചയിൽ തന്നെ ആദ്യമേ തന്നെ അമ്മയ്ക്ക് ഹൈ BP ഉണ്ടായിരുന്നു. അതായത് ആ കുഞ്ഞിന്, ആ ആൾക്ക് ഹൈപ്പർ ടെൻഷൻ ഉണ്ട്. ക്രോണിക് ഹൈപ്പർ ടെൻഷൻ പ്രഗ്നൻസിയിൽ ആദ്യമേ ഉണ്ടായിരുന്നു. സഡൻലി ആഫ്റ്റർ 20 വീക്സ്, 12 ആഴ്ചയിൽ നിന്ന് 20 ആഴ്ച ആയപ്പോഴത്തേക്ക് BP എന്ത് ചെയ്തു? അൺകൺട്രോൾഡായി മാറുകയും ഒപ്പം അവിടെ പ്രോട്ടീനൂറിയ ഡെവലപ്പ് ചെയ്യുകയും ചെയ്തു. അതായത് അവിടെ ഓർഗൻ ഡാമേജ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അതിൻ്റെ അർത്ഥം പ്രോട്ടീനൂറിയ ഹൈപ്പർ ടെൻഷൻ ഒപ്പം പ്രോട്ടീനൂറിയ ഉണ്ടാകുന്നെങ്കിൽ അതെന്താണ്? പ്രീ എക്ലാംഷ്യയ്ക്ക് തുല്യമാണ് അല്ലേ? അപ്പോൾ ഇവിടെ പേഷ്യൻ്റ് ആദ്യമേ ക്രോണിക് ഹൈപ്പർ ടെൻഷൻ ഉണ്ടായിരുന്നു, ഒപ്പം അവിടെ പ്രീ എക്ലാംഷ്യ വന്നു. അപ്പോൾ അതിനെ നമ്മൾ എന്തായി കണക്കാക്കും? ക്രോണിക് ഹൈപ്പർ ടെൻഷൻ വിത്ത് സൂപ്പർ ഇമ്പോസ്ഡ് പ്രീ എക്ലാംഷ്യ എന്ന് പറയുന്നു. ഇൻ പ്രീ എക്ലാംഷ്യ ആൻഡ് ജസ്റ്റേഷണൽ ഹൈപ്പർ ടെൻഷൻ ഇൻക്രീസ് ഇൻ BP ഈസ് സീൻ ആഫ്റ്റർ 20 വീക്സ് ഓഫ് പ്രഗ്നൻസി. അതായത് നമ്മൾ എന്തുകൊണ്ട് അവിടെ പ്രീ എക്ലാംഷ്യ എന്ന ഓപ്ഷൻ എടുത്തില്ല, അല്ലെങ്കിൽ ജസ്റ്റേഷണൽ ഹൈപ്പർ ടെൻഷൻ എന്ന് എടുത്തില്ല എന്ന് പറഞ്ഞാൽ, പ്രഗ്നൻസിയുടെ ആദ്യഘട്ടങ്ങൾ ട്രൈമസ്റ്ററിൽ അവിടെ അമ്മയ്ക്ക് BP നോർമൽ ആയിരിക്കും. എന്നാൽ 20 ആഴ്ച കഴിഞ്ഞാണ് അത് കൂടുന്നതെങ്കിൽ അതിനെ നമുക്ക് ജസ്റ്റേഷണൽ ഹൈപ്പർ ടെൻഷൻ എന്നോ പ്രീ എക്ലാംഷ്യ എന്നൊക്കെ നമുക്ക് അവിടെ ക്ലാസിഫൈ ചെയ്യാം. ഇവിടെ അങ്ങനെയല്ല. ആദ്യമേ ആ അമ്മയ്ക്ക് എന്തായിരുന്നു? BP കൂടുതലായിരുന്നു. അപ്പം അതുകൊണ്ട് നമ്മൾ എന്തായി എടുക്കുന്നു? അതിനെ ക്രോണിക് ഹൈപ്പർ ടെൻഷൻ വിത്ത് സൂപ്പർ ഇമ്പോസ്ഡ് പ്രീ എക്ലാംഷ്യ എന്ന് എടുക്കുന്നു. എന്നാൽ ജസ്റ്റേഷണൽ ഹൈപ്പർ ടെൻഷൻ എന്തായിരിക്കും? അവിടെ പ്രോട്ടീനൂറിയ ഉണ്ടാകത്തില്ല. അപ്പോൾ അതിൻ്റെ ക്ലാസിഫിക്കേഷൻ നിങ്ങൾ കൂടെ പഠിച്ചിരിക്കുക. നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഒറ്റ ചാർട്ടിൽ നിന്ന് ഈ പറഞ്ഞ എല്ലാ കണ്ടീഷൻസും മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ഹൈപ്പർ ടെൻഷൻ എന്ന് പറഞ്ഞാൽ പ്രഗ്നൻസിയിൽ ഹൈപ്പർ ടെൻഷൻ്റെ ക്ലാസിഫിക്കേഷൻ ആണ് പറയുന്നത്. ഹൈപ്പർ ടെൻഷൻ എന്ന് പറഞ്ഞാൽ BP ഇറ്റ് ഇസ് മോർ ദാൻ ഓർ ഈക്വൽ ടു 140/90 mmHg ആയിരിക്കണം. അതും 2 തവണയെങ്കിലും 6 മണിക്കൂർ ഇടവിട്ട് ചെക്ക് ചെയ്യുമ്പോൾ രണ്ടും ഹൈ ആണെങ്കിൽ മാത്രമേ നമുക്കവിടെ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഇനി പ്രോട്ടീനൂറിയ എന്ന് പറഞ്ഞാലോ, യൂറിനിൽ പ്രോട്ടീൻ്റെ അളവ് ഇറ്റ് ഇസ് മോർ ദാൻ ഓർ ഈക്വൽ ടു 0.3 gram ആണെങ്കിൽ, അതായത് 24 hours സ്പെസിമെൻ എടുക്കുമ്പോൾ അവിടെ കൂടുതലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അതിന് പ്രോട്ടീനൂറിയ എന്ന് പറയാം. ഇനി ജസ്റ്റേഷണൽ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത് എപ്പോഴാണ്? 20 ആഴ്ച കഴിഞ്ഞ് പ്രോട്ടീനൂറിയ ഇല്ലാതെ, വിത്തൗട്ട് പ്രോട്ടീനൂറിയ ആദ്യമായിട്ട് അമ്മയ്ക്ക് 20 ആഴ്ച കഴിഞ്ഞാണ് BP അവിടെ 140/90 കൂടുന്നതെങ്കിൽ അതിനെ ജസ്റ്റേഷണൽ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയാം. ഇനി പ്രീ എക്ലാംഷ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? ജസ്റ്റേഷണൽ ഹൈപ്പർ ടെൻഷൻ ഒപ്പം പ്രോട്ടീനൂറിയ ഉണ്ടെങ്കിൽ പ്രീ എക്ലാംഷ്യ എന്ന് പറയുന്നു. ഇനി വുമൺ വിത്ത് പ്രീ എക്ലാംഷ്യ കോംപ്ലിക്കേറ്റഡ് വിത്ത് ഗ്രാൻഡ് മൽ സീഷേഴ്സ് അല്ലെങ്കിൽ കോമ ചേർന്ന് വന്നാൽ അതിനെ എക്ലാംഷ്യ എന്ന് പറയുന്നു. ഇനി എന്താണ് ഹെൽപ്പ് സിൻഡ്രോം? റിപ്പീറ്റഡ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻ. പേഷ്യൻ്റ് ഈസ് ഹാവിംഗ് ഹീമോലൈസിസ്, എലിവേറ്റഡ് ലിവർ എൻസൈംസ്, ലോ പ്ലേറ്റ്ലെറ്റ് കൗണ്ട്. അതിനെ എന്ത് പറയുന്നു? ഹെൽപ്പ് സിൻഡ്രോം എന്നാണ് പറയുന്നത്. ഹീമോലൈസിസ്, എലിവേറ്റഡ് ലിവർ എൻസൈംസ്, ലോ പ്ലേറ്റ്ലെറ്റ് കൗണ്ട്. ഇനി ക്രോണിക് ഹൈപ്പർ ടെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? 20 ആഴ്ചയ്ക്ക് മുന്നേ തന്നെ അമ്മയ്ക്ക് ഹൈപ്പർ ടെൻഷൻ ഉണ്ടായിരുന്നു. നോൺ ഹൈപ്പർ ടെൻഷൻ ബിഫോർ പ്രഗ്നൻസി ഓർ
ഇറ്റ് ഈസ് ഡയഗ്നോസ്ഡ് ഫസ്റ്റ് ടൈം ബിഫോർ 20 വീക്സ് ഓഫ് പ്രഗ്നൻസി. അതിനെ ക്രോണിക് ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നു. സൂപ്പർ ഇമ്പോസ്ഡ് പ്രീ എക്ലാംഷ്യ അല്ലെങ്കിൽ എക്ലാംഷ്യ എന്ന് പറഞ്ഞാൽ അവിടെ പ്രോട്ടീൻയൂറിയ ഉണ്ടായത് പ്രഗ്നൻസിയിലാണ് വിത്ത് ക്രോണിക് ഹൈപ്പർ ടെൻഷൻ. ഓൾറെഡി ക്രോണിക് ഹൈപ്പർ ടെൻഷൻ ഉണ്ടായിരുന്നു, പക്ഷേ അവിടെ പ്രീ എക്ലാംഷ്യ അല്ലെങ്കിൽ എക്ലാംഷ്യ ഉണ്ടായത്, പ്രോട്ടീൻയൂറിയ ഉണ്ടായത് പ്രഗ്നൻസിയിലാണ്. അതിനെ സൂപ്പർ ഇമ്പോസ്ഡ് പ്രീ എക്ലാംഷ്യ അല്ലെങ്കിൽ എക്ലാംഷ്യ എന്ന് പറയാം. നെക്സ്റ്റ് ക്രോണിക് ഹൈപ്പർ ടെൻഷൻ വിത്ത് സൂപ്പർ ഇമ്പോസ്ഡ്, അതായത് നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റ്യൻ. അവിടെ പ്രഗ്നൻസിയിൽ ആദ്യമേ അമ്മയ്ക്ക് ക്രോണിക് ഹൈപ്പർ ടെൻഷൻ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു, പ്രോട്ടീൻയൂറിയയും ഡയഗ്നോസ് ചെയ്തു. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ക്രോണിക് ഹൈപ്പർ ടെൻഷൻ വിത്ത് സൂപ്പർ ഇമ്പോസ്ഡ് പ്രീ എക്ലാംഷ്യ എന്ന് പറയാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ക്ലാസിഫിക്കേഷൻ വരുന്നത്. ഇത്രയും കൃത്യമായിട്ട് പഠിച്ചിരിക്കുക. ഏത് ടൈപ്പിൽ നിന്ന് വേണമെങ്കിലും ഹെൽപ്പ് സിൻഡ്രോമത്തിൽ നിന്നൊക്കെ കൂടുതലായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഹൈപ്പർ ടെൻഷൻ്റെ മാനേജ്മെൻറ്റ്, മെഗ്നീഷ്യം സൾഫേറ്റ് കൊടുക്കുമ്പോൾ എടുക്കുന്ന പ്രിക്കോഷൻസ്, അതിൻ്റെ ആൻറ്റിഡോട്ടിനെ കുറിച്ച്, അതിൻ്റെ കോംപ്ലിക്കേഷൻസിനെ കുറിച്ചൊക്കെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. നോട്ട് ചെയ്ത് പഠിക്കാം. നെക്സ്റ്റ് 16ാമത്തെ ക്വസ്റ്റ്യൻ. A 26 years old female came with the complaints of scanty, curdy, white vaginal discharge. She also complains of itching and dysuria, difficulty in urination. ചൊറിച്ചിൽ, ഇച്ചിങ്, ഡിസ്യൂറിയ, ഡിഫിക്കൽട്ടി ഇൻ യൂറിനേഷൻ ഉണ്ട്. അതുപോലെ സെക്രഷൻ, വെജൈനൽ സെക്രഷൻ എങ്ങനെയാണ്, സ്കാൻഡി ആയിട്ടും തൈര് പോലെ കേടി ആയിട്ടുള്ള വൈറ്റ് കളറുള്ള ഡിസ്ചാർജ് ആണ്. എന്തായിരിക്കും അവിടെയുള്ള ഇൻഫെക്ഷ്യസ് ഡിസീസ്? ട്രൈക്കോമോണാസ് വെജൈനൈറ്റിസ് ആണോ, ബാക്ടീരിയൽ വെജൈനോസിസ് ആണോ, കാൻഡിഡിയാസിസ് ആണോ, ലൂക്കോറിയ ആണോ? കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി, കാൻഡിഡിയാസിസ്. അതിൻ്റെ ഫീച്ചേഴ്സ് അനുസരിച്ചിട്ടാണ് നമ്മൾ അവിടെ ഏത് തരം ഇൻഫെക്ഷൻ ആണെന്ന് പറയുന്നത്. കേർഡി വൈറ്റ് സ്കാൻഡി ഡിസ്ചാർജ് വിത്ത് ലോട്ട് ഓഫ് ഇച്ചിങ് ഇൻഡിക്കേറ്റ്സ് കാൻഡിയാസിസ്. ഇൻ വെജൈനൽ വെജൈനോസിസ് എങ്ങനെയായിരിക്കും? ഫീമെയിൽ കംപ്ലൈൻസ് ഓഫ് ഗ്രേഷ് വൈറ്റ് ഡിസ്ചാർജ്. വെരി ഇമ്പോർട്ടൻറ്റ്. വെജൈനോസിസ് എന്തായിരിക്കും? അവിടുത്തെ ഡിസ്ചാർജിൻ്റെ കളർ ഗ്രേഷ് വൈറ്റ് ആയിരിക്കും. ഇവിടെ എന്തായിരുന്നു? കാൻഡിയാസിസിൽ വൈറ്റ് ഡിസ്ചാർജ് ആയിരുന്നു. എന്നാൽ അവിടെ ഇച്ചിങ് ഉണ്ടാകത്തില്ല. വെജൈനോസിസ് ആണെങ്കിൽ അവിടെ ഇച്ചിങ് ഉണ്ടാകത്തില്ല. എന്നാൽ ട്രൈക്കോമോണാസിലാണെങ്കിലോ ഡിസ്ചാർജ് ഒന്നുകിൽ യെല്ലോ ഇഷ് കളറായിരിക്കും, അല്ലെങ്കിൽ ഗ്രീൻ കളറും ആയിരിക്കും. അപ്പോൾ ഈ ഓരോ കളർ അനുസരിച്ച് ഏത് തരം ടോസസ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ വെജൈനൽ ഡിസ്ചാർജ് തന്നെ ഏത് തരം സ്റ്റെയിൻ ആണ് ഉണ്ടാകുന്നത്? ബ്ലഡ് സ്റ്റെയിൻഡോ ബ്രൗണോ ആണെങ്കിൽ മെൻസ്ട്രൽ ഇറഗുലാരിറ്റീസോ എൻഡോമെട്രിയൽ ക്യാൻസറോ ആയിരിക്കാം, അല്ലെങ്കിൽ സെർവിക്കൽ ക്യാൻസർ ആയിരിക്കാം. ഇനി സീറോ സാങ്കുനസ് ഡിസ്ചാർജ് ആണെങ്കിൽ റീടൈൻഡ്, അതായത് നമ്മുടെ സർജറിയൊക്കെ കഴിഞ്ഞിട്ട് എന്തെങ്കിലും കോട്ടണോ അല്ലെങ്കിൽ പ്ലാസൻ്റയുടെ പാട്ടോ എന്തെങ്കിലുമൊക്കെ ഉള്ളിലായിരുന്നിട്ട് റീടൈൻഡ് പാട്ടാണെങ്കിൽ വരുന്നെങ്കിൽ സീറോ സാങ്കുനസ് ഡിസ്ചാർജ് ആണ് വരുന്നത്. അതുപോലെ സെർവിക്കൽ പോളിപ്സ് അല്ലെങ്കിൽ എക്ടോപ്സി ഉണ്ടെങ്കിൽ കോപ്പിയസ് ഡിസ്ചാർജ്, ഇന്റർമെൻസ്ട്രൽ ബ്ലീഡിംഗ് ഉണ്ടാകാം. അതുപോലെ ഫൗൾ ആയിട്ടുള്ള ഡിസ്ചാർജ് ആണെങ്കിൽ, ഫിസ്റ്റുല ഉള്ളതാണെങ്കിൽ, യൂറോ ജെനൈറ്റലോ കോളോ വെജൈനലോ റെക്ടോ വെജൈനലോ ഏനോ വെജൈനലായിട്ടുള്ള എന്തെങ്കിലും ഫിസ്റ്റുല ഉണ്ടെങ്കിൽ ഫൗൾ ഡിസ്ചാർജ് ഉണ്ടാകാറുണ്ട്. ഇനി സീറസ് ആയിട്ടുള്ള ഡിസ്ചാർജ് ആണെങ്കിൽ അലർജിക് റിയാക്ഷൻസ് അല്ലെങ്കിൽ കെമിക്കൽ റിയാക്ഷൻസിൻ്റെ ഫലമായിട്ട് ആയിരിക്കാം. ഇനി ഇൻഫെക്റ്റീവ്, അതായത് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസിൻ്റെ ഡിസ്ചാർജ് ആണെങ്കിൽ, എക്സാമ്പിൾ പറഞ്ഞാൽ ഗൊണേറിയ ഉള്ള പേഷ്യൻ്റ് ആണെങ്കിൽ അവിടെ ക്ലൗഡി അല്ലെങ്കിൽ യെല്ലോ കളർ ആയിരിക്കും. ക്ലെമിഡിയ ട്രക്കോമാറ്റിസ് ആണെങ്കിൽ കോപ്പിയസ് പ്യുരുലൻ ഡിസ്ചാർജ് ആയിരിക്കും. ട്രൈക്കോമോണസ് വെജാനൈൽസ് ആണെങ്കിൽ ഫ്രോത്തി യെല്ലോ ഓർ ഗ്രീനിഷ്, ഇവിടെ പറഞ്ഞത് യെല്ലോ ഓർ ഗ്രീനിഷ് സെക്രീഷൻ ആയിരിക്കും അവിടെ ഉണ്ടാകുന്നത്, ഡിസ്ചാർജ് ആയിരിക്കും അവിടെ ഉണ്ടാകുന്നത്. ഇനി നോൺ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ആയ ഇൻഫെക്ഷൻ ആണെങ്കിൽ അതിൽ തന്നെ തിക്ക് വൈറ്റ് ചീസി സെക്രീഷൻസ്, കാൻഡിയാസിസിലാണ് അങ്ങനെ ഉണ്ടാകുന്നത്. വൈറ്റ് ഗ്രേ അല്ലെങ്കിൽ തിന്നായിട്ടുള്ള അല്ലെങ്കിൽ ഗ്രേഷ് വൈറ്റ് ആയിട്ടുള്ള ഡിസ്ചാർജ് ആണെങ്കിൽ ബാക്ടീരിയൽ വെജൈനോസിസിൽ ഉണ്ടാകുന്നുണ്ട്. പിന്നെ ബ്രൗണിഷ് അല്ലെങ്കിൽ പോസ്റ്റ് ഡെലിവറി ഡിസ്ചാർജ് ആണെങ്കിൽ റീടൈൻഡ്, കൺസെപ്ഷൻ്റെ റീടൈൻഡ് പ്രോഡക്ട്സ് ഉണ്ടാകാം ചിലപ്പോൾ അവിടെ, അല്ലെങ്കിൽ എൻഡോമെട്രൈറ്റിസ് കൊണ്ടും ഇങ്ങനെയുള്ള ഡിസ്ചാർജ് വരാം. അപ്പോൾ ഈ ഒരു ചാർട്ടും കൃത്യമായിട്ട് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് റെഫർ ചെയ്താൽ അത്രയും നല്ലത്. അത്യാവശ്യം ഏതൊക്കെ തരം ഡിസ്ചാർജുകൾ, വെജൈനൽ ഡിസ്ചാർജസ് വരുന്നു, അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് കാണാതെ നന്നായിട്ട് ബൈഹാർട്ട് ചെയ്ത് പഠിക്കുക. ഇവിടെ നിങ്ങൾക്ക് അതിൻ്റെ സിംറ്റംസും കൂടെ കൊടുത്തിട്ടുണ്ട്. സിംറ്റംസ് വായിക്കുന്ന ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഈ സിംറ്റംസ് തന്നിട്ട് അത് ഏത് തരം വെജൈനൽ ഇൻഫെക്ഷൻ ആണ് എന്നും ചോദിക്കാം. അപ്പോൾ അതുകൂടെ ഒന്ന് വായിക്കാൻ പറ്റിയാൽ അത്രയും നല്ലത്. ഓക്കെ, നെക്സ്റ്റ് അതുപോലെ തന്നെ നമ്മുടെ റുബ്ര, ലോക്കിയ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ
പ്യുപ്പേരിയം പീരീഡിൽ പോസ്റ്റ്നേറ്റൽ പീരീഡ്, അതായത് അമ്മ ഡെലിവറി കഴിഞ്ഞിട്ടുണ്ടാകുന്ന ഡിസ്ചാർജിനെയാണ്, വിജനൽ ഡിസ്ചാർജ് അതായത് ബ്ലീഡിങ്ങിനെയാണ് ലോക്കിയ എന്ന് പറയുന്നത്. അപ്പം നോർമലി അതിനുണ്ടാകുന്ന ചേഞ്ചസ്, അതിൻ്റെ കളർ, ഏതൊക്കെ ടൈപ്സ് ഉണ്ട്, അതിൻ്റെ 3 ആയിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. ലോക്കിയ റുബ്ര, ലോക്കിയ സിറോസ, ലോക്കിയ ആൽബ. ഓക്കെ, അതിൻ്റെ 3ൻ്റെ പ്രത്യേകതകൾ. ലോക്കിയ റുബ്ര എന്ന് പറയുമ്പോൾ നമ്മുടെ ഇമ്മീഡിയറ്റ് ഡെലിവറി ഉണ്ടാകുന്ന ഡിസ്ചാർജാണ്. ബ്ലഡും ഫീറ്റൽ മെംബ്രെയിൻ്റെ ഷ്രെഡുകളും ഡെസിഡുവയും വെർണിക്സ് കാസിയോസയും ലാനുഗോയും മെക്കോണിയും ഒക്കെ മിക്സ് ചെയ്തിട്ടായിരിക്കും ലോക്കിയ റുബ്ര വരുന്നത്. ബ്ലഡ് ഇതെല്ലാം മിക്സ് ചെയ്ത്. ഇനി സെറോസ എന്ന് പറയുമ്പോൾ RBC അവിടെ കുറവായിരിക്കും, പക്ഷേ ലൂക്കോസൈഡ്സ് കൂടുതലായിരിക്കും. വൂണ്ട് എക്സുഡേറ്റ്സ്, മ്യൂക്കസ് ഫ്രം ദ സെർവിക്സ്, മൈക്രോ ഓർഗാനിസംസ്, എക്സാമ്പിൾ അനറോബിക് സ്ട്രെപ്റ്റോകോക്കയും സ്റ്റെഫിലോകോക്കസും ഒക്കെ അതിനകത്ത് കാണും. ഇനി ലോക്കിയ ആൽബ എന്ന് പറയുമ്പോൾ ഇവിടെ പ്ലൻറ്റി ഓഫ് ഡെസിഡോൾ സെൽസ് മാത്രമായിരിക്കും. കളർ അവിടെ നന്നായിട്ട് മാറിയിട്ടുണ്ടാകും, റെഡ് കളർ അവിടെ നന്നായിട്ട് മാറിയിട്ടുണ്ടാവും. അപ്പോൾ നോർമലി ഇതിൻ്റെ ഒരു എമൗണ്ട് എന്ന് പറയുന്നത് ഒരു 5-6 ദിവസത്തേക്ക്, ആദ്യത്തെ ഒരു 5-6 ദിവസം കൊണ്ട് 250 ml ഓളമായിരിക്കും ഈ ഒരു ലോക്കിയ അവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ ലോക്കിയ റുബ്ര ആദ്യത്തെ 1ാമത്തെ ദിവസം മുതൽ 4ാമത്തെ ദിവസം വരെ റെഡ് കളറിലായിരിക്കും. ലോക്കിയ സെറോസ എന്ന് പറയുന്നത് 5ാമത്തെ ദിവസം മുതൽ 9ാമത്തെ ദിവസം വരെയാണ്. അതൊരു യെല്ലോവിഷ് കളർ അല്ലെങ്കിൽ പിങ്ക് കളർ, പിന്നെ അത് പെയിൽ ബ്രൗണിഷ് ഒക്കെ ആയിരിക്കാം. പിന്നെ ലോക്കിയ ആൽബ എന്ന് പറയുമ്പോൾ പെയിൽ വൈറ്റ് കളറായിട്ട് ഒരു 10 മുതൽ 15 ദിവസം വരെ ഉണ്ടാകുന്നതാണ്. ഇതിൻ്റെ ആ ഒരു സെക്രീഷനാണ് ലോക്കിയ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സും അതിൻ്റെ നോർമൽ ഡ്യൂറേഷനും ഒക്കെ നോട്ട് ചെയ്ത് പഠിക്കുക. അത് വെച്ച് കണക്ട് ചെയ്ത ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. നെക്സ്റ്റ് 17th ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ മാന്യൂർ. അതായത് നമ്മുടെ ഈ കുഞ്ഞ് ഡെലിവറി ചെയ്ത ബ്രീച്ച് പ്രസൻറ്റേഷനിൽ വരുന്ന ഡെലിവറി, അല്ലെങ്കിൽ കാല് ആദ്യം പുറത്തോട്ട്, യൂഷ്വലി നോർമൽ ഡെലിവറി എന്ന് പറഞ്ഞാൽ സെഫാലിക് പ്രസൻറ്റേഷൻ ആയിരുന്നിട്ട് കുഞ്ഞിൻ്റെ ഹെഡാണ് ആദ്യം പുറത്തോട്ട് വരുന്നത്. അത് കഴിഞ്ഞ് ഷോൾഡർ, പിന്നെ ട്രങ്ക്, ബോഡി, ലെഗാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഈ പിക്ചറിൽ കാണുന്ന ഡെലിവറിയിൽ ഏത് തരം മാന്യൂറാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്? പിനാഡ് മാന്യൂർ ആണോ, ലോവസെറ്റ് മാന്യൂർ ആണോ, ബേൺ മാർഷൽ മാന്യൂർ ആണോ, അതോ പ്രാഗ് മാന്യൂർ ആണോ? കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? ബേൺ മാർഷൽ മാന്യൂർ. കറക്റ്റ് ഓപ്ഷൻ ഓപ്ഷൻ സി, ബേൺ മാർഷൽ മാന്യൂർ ആണ്. ബേൺ മാർഷൽ മാന്യൂർ ടെക്നിക് ഇസ് എ ടെക്നിക് ഫോർ ഡെലിവറി ആഫ്റ്റർ കമ്മിങ് ഹെഡ് ഓഫ് ബ്രീച്ച് where the baby's body is allowed to hang by its own weight. അതായത് കുഞ്ഞിൻ്റെ ബോഡിയുടെ വെയിറ്റ് തനി അത് തന്നെ അവിടെ ഹാങ് ചെയ്യാൻ കൊടുക്കുന്നു. അങ്ങനെ ആ വെയിറ്റിൻ്റെ ഇത് കൊണ്ട് എന്ത് ചെയ്യുന്നു, കുഞ്ഞ് ഈസി ആയിട്ട് ഹെഡ് അവിടെ ഡെലിവറി ചെയ്തെടുക്കാൻ പറ്റുന്നു. വെൻ ഓസിപിറ്റൽ പ്രൊട്രൂബൻസ് ഈസ് വിസിബിൾ, ഫീറ്റ് ഓഫ് ദ baby are held and taken towards the mother അബ്ഡോമൻ. കുഞ്ഞിൻ്റെ അവിടെ ആ ഒരു ഓസിപിറ്റൽ പ്രൊട്രൂബൻസ്, ബാക്ക് സൈഡിൽ ഓസിപിറ്റൽ പ്രൊട്രൂബൻസ് കാണാൻ പറ്റുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ പിക്ചറിൽ കാണുന്നത് പോലെ കുഞ്ഞിൻ്റെ കാല് നമ്മൾ ബാക്ക്വേർഡ് എടുത്ത് കുഞ്ഞിൻ്റെ ആ ഒരു അമ്മയുടെ അബ്ഡോമനിലോട്ട് ഡയറക്ഷനിലോട്ട് ഇങ്ങനെ നമ്മൾ പുള്ള് ചെയ്യുമ്പോൾ കുഞ്ഞിൻ്റെ ഹെഡ് ഇവിടെ ഡെലിവർ ആയി വരുന്നു. ഈ ഒരു ടെക്നിക്കിനെയാണ് ബേൺ മാർഷൽ മാന്യൂർ എന്ന് പറയുന്നത്. അതിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽസ് ഞാൻ ഈ ഒരു പിക്ചറിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബേൺ മാർഷൽ മെത്തേഡ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊന്ന് വീഡിയോ പോസ്റ്റ് ചെയ്ത് വായിക്കാം. നമുക്ക് ഇനിയും കുറച്ച് ക്വസ്റ്റ്യൻസ് വായിക്കാനുണ്ട്, അതുകൊണ്ട് ഞാനത് ഡീറ്റെയിൽ പറയുന്നില്ല. ഇത്ര മാത്രമേ ഉള്ളൂ. ലെഗ് അവിടെ ഡെലിവറി ചെയ്തു, നെക്ക് വരെയും ഡെലിവറി ചെയ്തു. പക്ഷെ ഇനി അടുത്ത ഹെഡ് വരണം. അപ്പോൾ നമുക്കത് പുള്ളി ചെയ്തെടുക്കാൻ പറ്റത്തില്ല. പകരം അത് നാച്ചുറലി ഡെലിവർ ചെയ്യാൻ വേണ്ടിയിട്ട് കുഞ്ഞിൻ്റെ വെയിറ്റ് ഓൺ ആയിട്ട് അവിടെ ഹാങ് ചെയ്ത് വെയിറ്റ് കൊടുക്കുന്നു. അങ്ങനെ നമ്മുടെ ഓസിപിറ്റൽ ബോൺ, കുഞ്ഞിൻ്റെ ഓസിപിറ്റൽ ബോൺ ബാക്ക് സൈഡ് നമുക്ക് കാണാൻ പറ്റുമ്പോൾ ഈ കുഞ്ഞിൻ്റെ ലെഗ് എന്ത് ചെയ്യുന്നു, നമ്മൾ ബാക്കിലോട്ട് അമ്മയുടെ അബ്ഡോമിനിലോട്ട് വളച്ച് അവിടെ ഇങ്ങനെ വളച്ച് എടുക്കുന്നു. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യുന്നു, നാച്ചുറലി അവിടെ എന്ത് ചെയ്യുന്നു, ഹെഡ് അവിടെ ഡെലിവറായി വരും. ഇതിനെ ബേൺ മാർഷൽ മാന്യൂർ എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ബാക്കിയുള്ള കണ്ടൻസ്, ബാക്കി ടെക്നിക്സുകളും നിങ്ങൾക്ക് അനലൈസ് ചെയ്ത് പഠിക്കാവുന്നതാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് ഇതാണ്, ബേൺസ് മാർഷൽ മെത്തേഡ്. നെക്സ്റ്റ് 18th ക്വസ്റ്റ്യൻ, ദ പ്ലോട്ടിംഗ് ഓഫ് പാർട്ടോഗ്രാം ഷുഡ് ബിഗിൻ ഫ്രം. എന്താണ് പാർട്ടോഗ്രാം എന്ന് പറയുന്നത്? ഒരു അമ്മ ഡെലിവറി ചെയ്യാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി കഴിയുമ്പോൾ അവിടെ വൈറ്റൽ സയൻസും നമ്മൾ കുറേ ക്രൈറ്റീരിയാസ് ഉണ്ട്, അതെല്ലാം നമ്മൾ ലേബൽ ചെയ്യുന്നുണ്ട് അല്ലേ? അതിൻ്റെ ഒരു ചാർട്ടാണ് ഈ പാർട്ടോഗ്രാം അല്ലെങ്കിൽ പാർട്ടോഗ്രാഫ് എന്ന് പറയുന്നത്. അതിൽ ഏത് ലൈനിൽ നിന്നാണ് ഈ പാർട്ടോഗ്രാമിൽ ആദ്യം പ്ലോട്ടിംഗ് അല്ലെങ്കിൽ പോയിന്റ്സ് നമ്മൾ അടയാളപ്പെടുത്തി തുടങ്ങുന്നത്? ലെഫ്റ്റ് ഓഫ് അലേർട്ട് ലൈൻ ആണോ, റൈറ്റ് ഓഫ് അലേർട്ട് ലൈൻ ആണോ, ലെഫ്റ്റ് ഓഫ് ആക്ഷൻ ലൈൻ ആണോ, റൈറ്റ് ഓഫ് ആക്ഷൻ ലൈൻ ആണോ? കറക്റ്റ് ഓപ്ഷൻ. അപ്പോൾ ഇതിൻ്റെ ആൻസർ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും പാർട്ടോഗ്രാം കണ്ടിട്ടുണ്ടാകണം. കറക്റ്റ് ഓപ്ഷൻ പ്ലോട്ടിംഗ് ഓഫ് പാർട്ടോഗ്രാം സ്റ്റാർട്ട്സ് ഫ്രം ദ ഓപ്ഷൻ എ, ലെഫ്റ്റ് ഓഫ് അലേർട്ട് ലൈൻ.
ഇവിടെ നോക്കൂ, ഇതാണ് ഒരു സാമ്പിൾ. പലതരത്തിലുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള പാർട്ടോഗ്രാം ഉണ്ട്. മിനിമൽ ആയിട്ടുള്ള ഒരു പാർട്ടോഗ്രാഫാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മോഡിഫൈഡ് WHO പ്രകാരമുള്ള ഒരു പാർട്ടോഗ്രാഫാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിൽ അലേർട്ട് ലൈനിൻ്റെ ലെഫ്റ്റിൽ നിന്നാണ് നമ്മൾ ആ ഒരു അടയാളപ്പെടുത്തി തുടങ്ങുന്നത്. ഇതാണ് അലേർട്ട് ലൈൻ, ഇതാണ് ആക്ഷൻ ലൈൻ. ഇതിൻ്റെ ലെഫ്റ്റിൽ നിന്നുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അവിടെ അടയാളപ്പെടുത്തി തുടങ്ങുന്നത്. മനസ്സിലായോ? അങ്ങനെ ഇതിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും, ഫീറ്റൽ ഹാർട്ട് റേറ്റ് നമ്മൾ അടയാളപ്പെടുത്തുന്നുണ്ട്, അമ്നിയോട്ടിക് ഫ്ലൂയിഡിനെ കുറിച്ച് അടയാളപ്പെടുത്തുന്നുണ്ട്, മൗൾഡിങ്ങിനെ കുറിച്ച് അടയാളപ്പെടുത്തുന്നുണ്ട്, ഹെഡിൻ്റെ ഡിസെൻറ്റ്. അലേർട്ട് ലൈൻ ആക്ഷൻ ലൈൻ എന്ന് പറഞ്ഞാൽ ഹെഡിൻ്റെ ഡിസെൻ്റ് ആണ് നമ്മളിവിടെ അടയാളപ്പെടുത്തുന്നത് കേട്ടോ. സെർവിക്കൽ ഡയലേഷനും ഹെഡ് എത്രത്തോളം ഡിസെൻറ്റ് ചെയ്തു എന്നുള്ളതാണ് നമ്മൾ അടയാളപ്പെടുത്തുന്നത്. അപ്പോൾ ഈ അലേർട്ട് ലൈനിൻ്റെ ലെഫ്റ്റ് ലൈനിൽ നിന്നുകൊണ്ടാണ് നമ്മളത് അപ്ലോട്ട് ചെയ്ത് തുടങ്ങുന്നത്. ഇവിടെ ഡിസെൻറ്റ് അടയാളപ്പെടുത്തുന്നു, ഇവിടെ സെർവിക്കൽ ഡയലേഷൻ. കാരണം സെർവിക്കൽ ഡയലേഷൻ കൂടി വരും, ഹെഡ് ഡിസെൻറ്റ് ചെയ്യുന്ന താഴോട്ടായി വരും അല്ലേ. അപ്പോൾ അത് നമ്മൾ കൃത്യമായിട്ട് അടയാളപ്പെടുത്തുന്നു. പിന്നെ യൂട്രൈൻ കൺട്രാക്ഷൻ, 10 മിനിറ്റിൽ എത്ര യൂട്രൈൻ കൺട്രാക്ഷൻ വരുന്നു എന്നുള്ളത് നമ്മളിവിടെ അവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ എന്തെങ്കിലും ഡ്രഗ്സ് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഇവിടെ എഴുതണം. പിന്നെ പൾസ്, അമ്മയുടെ പൾസ്, ബ്ലഡ് പ്രഷർ, അത് നമ്മളിവിടെ നോട്ട് ചെയ്യണം. ടെമ്പറേച്ചർ നോട്ട് ചെയ്യണം. പിന്നെ യൂറിനിലെ എന്തെങ്കിലും അബ്നോർമാലിറ്റീസ്, പ്രോട്ടീനോ അസറ്റോണോ ഗ്ലൂക്കോസോ എന്തെങ്കിലും, യൂറിൻ്റെ വോളിയം എത്രയാണ്, ഇതെല്ലാം നമ്മളിവിടെ നോട്ട് ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ ഒരൊറ്റ ചാർട്ടിനകത്ത് അടയാളപ്പെടുത്തണം. ഓക്കെ, അപ്പോൾ അത് നമ്മുടെ ഒബ്സ്റ്റട്രിക്സ് ഏരിയകളിലൊക്കെ ലേബർ റൂമിലൊക്കെ ഡ്യൂട്ടി ചെയ്തിട്ടുള്ള നഴ്സസിനാണെങ്കിൽ കൃത്യമായിട്ട് അറിയായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കണം, എക്സാമിന് എഴുതണമെങ്കിൽ നമ്മളിതെല്ലാം പഠിച്ചേ പറ്റത്തുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ഓരോന്ന് ലേബിൾ ചെയ്യുന്നുള്ളത് ഈ ഒരു പിക്ചർ നോക്കി പഠിക്കുക. അപ്പോൾ ഇതിൻ്റെ പ്ലോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് അലേർട്ട് ലൈനിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിന്നാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ എല്ലാ ഫീച്ചേഴ്സും, അതായത് സെർവിക്കോഗ്രാഫ്, കമ്പോണൻസ് ഓഫ് പാർട്ടോഗ്രാഫ് എന്തൊക്കെയാണെന്നുള്ള എല്ലാ കാര്യങ്ങളും ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. സമയം ഒന്നും കിട്ടിയാലൊന്ന് വായിക്കുക, അത് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. നെക്സ്റ്റ് 19ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പൊസിഷൻ ഓഫ് ഫീറ്റസ് ഇൻ ദ ഫോളോവിങ് ഇമേജ്? അതായത് നമ്മുടെ അമ്മയുടെ പെൽവിസ്, ഇത് കുഞ്ഞിൻ്റെ ഫീറ്റൽ ഹെഡ്. അപ്പോൾ കുഞ്ഞിൻ്റെ ഫീറ്റൽ ഹെഡ് ഇവിടെ ഫ്രണ്ട് സൈഡാണ്, ഇത് ബാക്ക് സൈഡാണെന്ന് നമുക്ക് മനസ്സിലായി. ഇത് ആൻറ്റീരിയർ ഫോണ്ടനലും ഇത് പോസ്റ്റീരിയർ ഫോണ്ടനലാണെന്ന് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ ഇത് ഏത് തരം പൊസിഷനാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. റൈറ്റ് ഒസിപ്പിറ്റോ പോസ്റ്റീരിയർ ആണോ, ലെഫ്റ്റ് ഒസിപ്പിറ്റോ പോസ്റ്റീരിയർ ആണോ, ലെഫ്റ്റ് ഒസിപ്പിറ്റോ ആൻറ്റീരിയർ ആണോ, റൈറ്റ് ഒസിപ്പിറ്റോ ആൻറ്റീരിയർ ആണോ? ഇതിൻ്റെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് റൈറ്റ് ഒസിപ്പിറ്റോ പോസ്റ്റീരിയർ ആണ്. കറക്റ്റ് ഓപ്ഷൻ എ, റൈറ്റ് ഒസിപ്പിറ്റോ പോസ്റ്റീരിയർ. കാരണം എന്തുകൊണ്ടാണ്? ഇവിടെ അമ്മയുടെ പെൽവിസിൽ ഇത് സാക്രൽ പ്രൊമാൻഡറി ആണ്, ഇത് സിംഫൈസിസ് പ്യൂബസ് ആണ്. ഇതിൽ അമ്മയുടെ യൂട്രസിന്റെ റൈറ്റ് സൈഡിൽ നമ്മുടെ സാക്രത്തിന്റെ കുഞ്ഞിന്റെ ഒസിപ്പിറ്റൽ ബോണ് എവിടെയാണ് വന്നിരിക്കുന്നത്? അമ്മയുടെ റൈറ്റ് സൈഡ് പെൽവിസിലാണ് വന്നിരിക്കുന്നത് അല്ലേ. സോ റൈറ്റ് ഒസിപ്പിറ്റോ പോസ്റ്റീരിയർ സൈഡിലായിട്ട്. അപ്പോൾ സപ്പോസ് ഈ ഒസിപ്പിറ്റൽ ബോൺ ഫ്രണ്ടിൽ സിംഫൈസിസ് പ്യൂബസിലാണ് വന്നിരുന്നതെങ്കിൽ നമ്മളവിടെ എന്ത് പറയും? ഒസിപ്പിറ്റോ ആൻറ്റീരിയർ എന്ന് പറയുമായിരുന്നു. പക്ഷേ ഇവിടെ ഒസിപ്പിറ്റൽ ബോൺ ബാക്കിലായതുകൊണ്ട് ഇതിനെ എന്ത് പറയുന്നു? ഒസിപ്പിറ്റോ പോസ്റ്റീരിയർ എന്നാണ് പറയുന്നത്. അപ്പോൾ അതും അമ്മയുടെ റൈറ്റ് സൈഡ്, പെൽവിസിന്റെ റൈറ്റ് സൈഡ് ആയതുകൊണ്ട് റൈറ്റ് ഒസിപ്പിറ്റോ പോസ്റ്റീരിയർ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. എല്ലാതരം പൊസിഷൻസ്, റൈറ്റ് ഒസിപ്പിറ്റ് ആൻറ്റീരിയർ, അത് ഇവിടെ നോക്കിയേ, ഇവിടെ റൈറ്റ് സൈഡാണ്, ഫ്രണ്ടിലാണ് കാണപ്പെടുന്നത്. അമ്മയുടെ റൈറ്റ് സൈഡിലാണ് കുഞ്ഞിൻ്റെ ഒസിപ്പിട്ട് വന്നിരിക്കുന്നത്. ആൻറ്റീരിയർ ആണ്, ഒസിപ്പിട്ട് റൈറ്റ് സൈഡാണ്. സോ റൈറ്റ് ഒസിപ്പിട്ട് ആൻറ്റീരിയർ. ഇവിടെ ആണെങ്കിലോ ഇവിടെ ആൻറ്റീരിയർ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒസിപ്പിട്ട് ലെഫ്റ്റ് സൈഡിലാണ്, ലെഫ്റ്റ് ആൻറ്റീരിയർ ആയിട്ട് വന്നിരിക്കുന്നു. സോ ലെഫ്റ്റ് ഒസിപ്പിട്ട് ആൻറ്റീരിയർ. ഇവിടെ നോക്കൂ, കുഞ്ഞ് ട്രാൻസ്വേഴ്സ് ആയിട്ടാണ് കാണപ്പെടുന്നത് അല്ലേ. അതായത് കറക്റ്റ് ഇങ്ങനെ ഹൊറിസോണ്ടലി കാണപ്പെടുന്നു. സോ വി ക്യാൻ ടെൽ അസ് റൈറ്റ് ഒസിപ്പിട്ട് ട്രാൻസ്വേഴ്സ്. ഇവിടെ കുഞ്ഞിൻ്റെ ഒസിപ്പിട്ട് എവിടെ വന്നിരിക്കുന്നു? റൈറ്റ് സൈഡ് വന്നിരിക്കുന്നു, ബട്ട് ഇറ്റ് ഈസ് ട്രാൻസ്വേഴ്സ്. സോ റൈറ്റ് ഒസിപ്പിട്ട് ട്രാൻസ്വേഴ്സ്. ലെഫ്റ്റ് സൈഡ് ആണ് ഒസിപ്പിട്ട് വന്നിരിക്കുന്നത്, ട്രാൻസ്വേഴ്സ് ആണെങ്കിൽ ലെഫ്റ്റ് ഒസിപ്പിട്ട് ട്രാൻസ്വേഴ്സ്. ഇവിടെ റൈറ്റ് ഒസിപ്പിട്ട് പോസ്റ്റീരിയർ, കാരണം ഒസിപ്പിട്ടയുടെ ബാക്ക് സൈഡിലാണ്, പക്ഷെ അമ്മയുടെ റൈറ്റ് സൈഡ് പെൽവിസിലാണ് വരുന്നത്. സോ റൈറ്റ് ഒസിപ്പിട്ട് പോസ്റ്റീരിയർ. നെക്സ്റ്റ് ഇവിടെ എന്താ പറയുന്നത്? ലെഫ്റ്റ് ഒസിപ്പിട്ട് പോസ്റ്റീരിയർ. അതായത് നമ്മളിവിടെ നോക്കുന്നത് ഒസിപ്പിറ്റൽ ബോൺ, ഒസിപ്പിട്ട് ഏത് ഭാഗത്ത് വന്നിരിക്കുന്നു? അമ്മയുടെ സിംഫൈസിസ് പ്യൂബിസിൽ ഫ്രണ്ട് സൈഡിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആൻറ്റീരിയർ എന്നും, ഈ ഒസിപ്പിട്ട് ബാക്ക് സൈഡ് പ്യൂബിക് ബോണ്ടിലല്ല, ഇവിടെ ബാക്കിൽ സാക്രൽ പ്രൊമാൻഡറിലാണ് വന്നിരിക്കുന്നതെങ്കിൽ പോസ്റ്റീരിയർ എന്നും പറയും. ഇനി അത് റൈറ്റ് സൈഡ് ആണോ, ലെഫ്റ്റ് സൈഡ് ആണോ, ട്രാൻസ്വേഴ്സ് ആണോ എന്നുള്ളതനുസരിച്ച് പേരുകൾ മാറി വരും. റൈറ്റ് ഒസിപ്പിട്ട് ആൻറ്റീരിയർ, ലെഫ്റ്റ് ഒസിപ്പിട്ട് ആൻറ്റീരിയർ, റൈറ്റ് ഒസിപ്പിട്ട് ട്രാൻസ്വേഴ്സ്, ലെഫ്റ്റ് ഒസിപ്പിട്ട് ട്രാൻസ്വേഴ്സ്, റൈറ്റ് ഒസിപ്പിട്ട് പോസ്റ്റീരിയർ, ലെഫ്റ്റ് ഒസിപ്പിട്ട് പോസ്റ്റീരിയർ. ഇങ്ങനെയാണ് ഇതിൻ്റെ ലൊക്കേഷൻ നമ്മൾ പറയുന്നത്. നന്നായിട്ട് പിക്ചർ തന്നിട്ട് ഇത് ഏത് ഡയറക്ഷനാണെന്ന് ചോദിക്കാം, നന്നായിട്ട് നോക്കി മനസ്സിലാക്കി വെക്കാം.
നെക്സ്റ്റ് 20ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ റിഗാർഡിങ് സെഫൽ ഹെമറ്റോമ? അതായത് നമ്മുടെ ബ്രെയിനിൽ ഇഞ്ചുറീസ് കാരണം ഹെമറ്റോമ ഉണ്ടാകാറുണ്ട്, ബ്ലഡ് കളക്ട് ചെയ്യാറുണ്ട് സെറിബ്രത്തിനകത്ത് അല്ലെ. ഇതാണ് സെറിബ്രൽ അല്ലെങ്കിൽ സെഫൽ ഹെമറ്റോമ എന്ന് പറയുന്നത്. എന്താണ് സെഫൽ ഹെമറ്റോമ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻസ് എന്തൊക്കെയാണ് പറയുന്നത്? ഓപ്ഷൻ എ, കളക്ഷൻ ഓഫ് ബ്ലഡ് എബവ് ദ പെരിയോസ്റ്റിയം, ഇറ്റ് ക്യാൻ ക്രോസ് suture ലൈൻസ്, pits on applying pressure. ഓപ്ഷൻ ഡി, കളക്ഷൻ ഓഫ് ബ്ലഡ് ബിലോ ദ പെരിയോസ്റ്റിയം. കറക്റ്റ് ഓപ്ഷൻ എന്താണ്? പെരിയോസ്റ്റിയം എന്ന് പറഞ്ഞാൽ പെരിയോസ്റ്റിയം മീൻസ് ഓപ്ഷൻ ഡി, കളക്ഷൻ ഓഫ് ബ്ലഡ് ബിലോ പെരിയോസ്റ്റിയം. അതായത് നമ്മുടെ ബ്രെയിനിന്റെ, സ്കള്ളിന്റെ, ക്രാനിയത്തിന്റെ ഏറ്റവും ഉള്ളിലുള്ള ലെയറിനാണ് പെരിയോസ്റ്റിയം എന്ന് പറയുന്നത് അല്ലെ. ആ പെരിയോസ്റ്റിയത്തിന് തൊട്ട് താഴെ ബ്ലഡ് കളക്ട് ചെയ്യുന്നതിനെയാണ് സെഫൽ ഹെമറ്റോമ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് കൺഫ്യൂഷൻ വരുന്ന മറ്റൊരു വേർഡ് കൂടെയുണ്ട്, ദാറ്റ് ഈസ് ക്യാപ്യൂട്ട് സക്സിഡിനം. ക്യാപ്യൂട്ട് സക്സിഡിനം എന്ന് പറഞ്ഞിട്ട് മറ്റൊരു കണ്ടീഷൻ കൂടെയുണ്ട്. അതും ഇതും തമ്മിലുള്ള വ്യത്യാസം യൂഷ്വലി ചോദിക്കാറുണ്ട്. എന്താണ് സെഫൽ ഹെമറ്റോമ എന്ന് പറഞ്ഞാൽ? ജസ്റ്റ് ബോണിന് തൊട്ടു താഴെ ബ്ലഡ് കളക്ട് ചെയ്യുന്നതിനെ സെഫൽ ഹെമറ്റോമ എന്നാണ് പറയുന്നത്. ഇവിടെ നോക്കൂ, നിങ്ങൾക്കിത് കൃത്യമായിട്ട് ക്യാപ്യൂട്ട് സക്സിഡിനും സെഫൽ ഹെമറ്റോമയും എന്നുള്ള വ്യത്യാസം ഇവിടെ കാണാൻ പറ്റും. എന്താണ് ക്യാപ്യൂട്ട് സക്സിഡിനം, എന്താണ് സെഫൽ ഹെമറ്റോമ എന്ന് പറയുന്നത്? അതെ, ക്യാപ്യൂട്ട് സക്സിഡിനം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സ്വെല്ലിംഗ് ഡ്യൂ ടു സ്റ്റാഗ്നേഷൻ ഓഫ് ഫ്ലൂയിഡ് ഇൻ ദ ലെയേഴ്സ് ഓഫ് സ്കാൽപ്പ് ബിനീത്ത് ദ ഗിഡിൽ ഓഫ് കോണ്ടാക്ട്. നമ്മുടെ സ്കാൽപ്പ്, നമ്മുടെ ബോണിനുള്ളിലല്ല, ബോണിന് പുറത്തായിട്ട്, നമ്മുടെ ക്രാനിയത്തിന് പുറത്തായിട്ട് ഫ്ലൂയിഡ് കളക്ട് ചെയ്യുന്നതാണ് ക്യാപ്യൂട്ട് സക്സിഡിനം എന്ന് പറയുന്നത്. എന്നാൽ സെഫൽ ഹെമറ്റോമ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോണിനുള്ളിലായിട്ട് അവിടെ, അതായത് നമ്മുടെ ബോണിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഭാഗത്ത്, നമ്മുടെ പെരിയോസ്റ്റിയത്തിന് പുറമെ ആയിട്ട് ബ്ലഡ് കളക്ട് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? സെഫൽ ഹെമറ്റോമ എന്ന് പറയുന്നത്. കളക്ഷൻ ഓഫ് ബ്ലഡ് ഇൻ ബിറ്റ്വീൻ പെരിക്രാനിയം ആൻഡ് ദ ഫ്ലാറ്റ് ബോൺ ഓഫ് ദ സ്കൾ, ഇറ്റ് ഈസ് നോൺ ആസ് സെഫൽ ഹെമറ്റോമ. ഇത് രണ്ടും ഡിഫറൻസ് വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് യൂഷ്വലി ചോദിക്കാറുണ്ട്. നോട്ട് ചെയ്ത് പഠിക്കുക, ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, നമ്മൾ ഇന്ന് 20 ക്വസ്റ്റ്യൻസ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫ്രീക്വൻലി ചോദിച്ചു വരുന്ന 20 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഈ പോയിന്റ്സുകളെല്ലാം നോട്ട് ചെയ്ത് വെക്കുക. ഈ ടോപ്പിക്കുകൾ നിങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ആ ടോപ്പിക്സിലുള്ള പോയിന്റ്സുകളെല്ലാം അതിൽ നിന്ന് ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. ഡെയിലി 100 ക്വസ്റ്റ്യൻസ്, മിനിമം 100 ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട എല്ലാ കണ്ടൻസും, അതായത് നിങ്ങളുടെ GK, അതുപോലെ റീസണിങ്, സിമ്പിൾ മാത്സ്, ഇതിൽ നിന്നെല്ലാമുള്ള കണ്ടൻസും ക്ലാസ്സുകളും ഈസി ആയിട്ട്, സിമ്പിളായിട്ട് ഞാൻ ഇതിലൂടെ, നമ്മുടെ ഈ ഒരു MCQ സീരീസിലൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് തരും. അതുപോലെ തന്നെ മോസ്റ്റ് ഓഫ് ദ ടോപ്പിക്സ്, അതായത് നമ്മുടെ നഴ്സിംഗ് സിലബസിനകത്തുള്ള എല്ലാ ടോപ്പിക്സിൽ നിന്നുള്ള ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സും ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇനിയും വരുന്ന വീഡിയോസ് എല്ലാം കാണാൻ ശ്രമിക്കുക. ഒട്ടും തന്നെ ടൈം വേസ്റ്റ് ചെയ്യാതെ പഠിക്കുക, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങൾ ലൈക്ക് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് നമ്മുടെ ചാനൽ മുന്നോട്ട് പ്രൊമോട്ട് ആകുന്നത്. സോ പ്ലീസ് ലൈക്ക് ഇറ്റ് ഇഫ് യു ലൈക്ക് ദ വീഡിയോ. ഓക്കെ, അതുപോലെ നിങ്ങളുടെ കമൻസും സജഷൻസും ഒക്കെ ഒന്ന് മെൻഷൻ ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.